അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ക്ലാസ്സിലോട്ട് വരുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അവൾ നല്ലതുപോലെ ലേറ്റും ആയിട്ടുണ്ട്. അവളുടെ ഫ്രണ്ട്സ് അവളുടെ അടുത്ത് ചോദിക്കും, നിന്റെ കസിൻ ബ്രദറിനെ എങ്ങനെയുണ്ട്, നീയാണെങ്കിൽ നിന്റെ റിലേറ്റീവിന് വയ്യാന്നല്ലേ പറഞ്ഞത് എന്ന്. അപ്പൊ നമ്മുടെ സാക്ഷി പറയാം, അവനിപ്പോ വലിയ കുഴപ്പമില്ല, എന്നാലും ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ അവന്റെ അടുത്തേക്കാ പോകുന്നേ എന്ന്. ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ മിങ്ങിനെ പറ്റി പറയാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവര് പറയും, ഇന്നലെ രാത്രി മൊത്തവും മിങ്ങ് നിന്നെ പറ്റി തിരക്കിക്കൊണ്ടിരിക്കുവായിരുന്നു, നീ എന്താ അവൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ, നിനക്ക് അവനെ പറ്റി ഒന്നും പറയാനില്ലേ എന്നൊക്കെ ചോദിക്കും. ഇവിടെ നമ്മുടെ സാക്ഷിക്ക് മിങ്ങിനെ പറ്റി ഒന്നും കേൾക്കാനും പറയാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവള് പറയും, എനിക്കിപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ പുറത്തോട്ട് ഇങ്ങനെ നടന്നു വരുന്നതും അവിടെയായിട്ട് മിങ്ങിനെ കാണുന്നതാ. മിങ്ങാണെങ്കിൽ വന്നിട്ട് നമ്മുടെ സാക്ഷി എടുത്ത് ചോദിക്കും, നീ ഇന്നലെ സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ വരാഞ്ഞേന്ന്. അപ്പം നമ്മുടെ സാക്ഷി നടന്ന കാര്യം എല്ലാം പറയും. എന്നിട്ട് അവൾ പറയും, നമുക്കിനി വേറൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാം എന്ന്. ഉടനെ മിങ്ങ് പറയും, അടുത്ത ആഴ്ച നീ ഫ്രീ ആണോ, എൻ്റെ കയ്യിൽ വേറൊരു സിനിമയുടെ ടിക്കറ്റ് ഉണ്ട്, നമുക്കത് കാണാൻ പോയാലോ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതിന് സമ്മതിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഡുവാനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ബോസിനെ വിളിച്ചിട്ട് പറയും, എനിക്കാണെങ്കിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്കറിയാം ഒരുപാട് പ്രോജക്റ്റൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് എന്ന്, എനിക്ക് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും കൊടുത്തയക്കോ. അപ്പോൾ അവൻ്റെ ബോസ് പറയും, വേണ്ട വേണ്ട, നീ ഇപ്പോൾ റെസ്റ്റ് എടുത്താൽ മതി, നീ ഇപ്പോൾ ജോലി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എന്ന്. എന്നാലും നമ്മുടെ ഡുവാനാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ വേഗം തന്നെ കോള് കട്ട് ചെയ്തിട്ട് വാഷ്റൂമിൽ പോകാനായിട്ട് ഒരുങ്ങും. ആ സമയത്ത് നമ്മളുടെ ജിയാങ്ങില്ലേ, അവൾ ഇവനെ കോൾ ചെയ്യും. എന്നിട്ട് ഇവൻ കോള് കാണത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ ജിയാങ് ആണെങ്കിൽ ഇവനൊരു വോയിസ് മെസ്സേജ് വയ്ക്കും, അതായത് നീ എന്നോട് ക്ഷമിക്കണം, ഇനി മുതൽ ഞാൻ എൻ്റെ ഫീലിങ്സിന് നല്ലതുപോലെ കൺട്രോൾ വെച്ചോളാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ ഇപ്പം നമ്മൾ ഡുവാൻ പറഞ്ഞതുപോലെ അവൻ്റെ സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ കീയൊക്കെ എടുത്തിട്ട് ആ റൂം തുറക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവൾ അകത്തോട്ട് കയറിയിട്ട് ചെരുപ്പൊക്കെ പുറത്തായിട്ട് ഇടും. അവൾ അകത്ത് കയറി വരുന്നതും കാണും. അതായത് ടി വിയുടെയൊക്കെ അടുത്തായിട്ട് അവൻ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ ഫോട്ടോയും ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ അവനും അവൻ്റെ അമ്മ ഇരിക്കുന്നൊരു ഫോട്ടോയാണ്. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അമ്മയുടെ അടുത്ത് ഇൻട്രോ ഒക്കെ കൊടുക്കും. അതായത് ഞാൻ സാക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന് വേണ്ട കുറെ ഡ്രസ്സൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി വിചാരിക്കും, അവനാണെങ്കിൽ അണ്ടർ ഗാർമെന്റ്സിന്റെ ആവശ്യമൊക്കെ വരത്തില്ലേ. അങ്ങനെ അവളാണെങ്കിൽ അതുമൊക്കെ എടുത്തിടാനായിട്ട് തുടങ്ങും. ഇവിടെ അവൾ നല്ല ഷൈ ആയിരുന്നു. അവളാണെങ്കിൽ അതൊന്നും നോക്കാതെ വേഗം തന്നെ ബാഗിനകത്ത് എടുത്താക്കും. കൂട്ടത്തിൽ തന്നെ അവിടെ ലാപ്ടോപ്പ് ഇരിക്കുന്നതാണ്. അവൾ കുറച്ചു നേരം അത് നോക്കിയിട്ട് അവളാണെങ്കിൽ വേഗം തന്നെ ആ വീടിന് പുറത്തേക്ക് ഇറങ്ങും. അവിടെയായിട്ട് നമ്മുടെ ജിയാങ് വരും. ഇവിടെ വേഗം തന്നെ നമ്മുടെ സാക്ഷിനെ ക്രോസ് ചെയ്തിട്ട് നമ്മുടെ ഡുവാന്റെ വീട്ടിന്റെ അകത്തോട്ടായിട്ട് കയറി പോകുന്നതായിട്ട് സാക്ഷി ശ്രദ്ധിക്കും. അവിടെയാണെങ്കിൽ ജിയാങ് നമ്മുടെ ഡുവാനെ നല്ലതുപോലെ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. എന്നാൽ അവിടെ ഡുവാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഡുവാനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം ജിയാങ്ങിനും അറിയത്തില്ല. അവളാണെങ്കിൽ ഡുവാനെ വിളിക്കും. എന്നാൽ അവനാണെങ്കിൽ കോളും എടുക്കത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ജിയാങ് ആണെങ്കിൽ അവിടെ കിടന്ന് നല്ലതുപോലെ കരയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലോട്ട് വരുന്നതാണ്. അവിടെ നമ്മുടെ ഡുവാനെ കാണത്തില്ല. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മളുടെ സാക്ഷി എടുത്ത് ഡുവാൻ പറയും, ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമല്ല സ്റ്റേ ചെയ്യാൻ പോകുന്നത്, വേറൊരാളും ഉണ്ട്, അവരിപ്പോൾ തന്നെ വരുമെന്ന്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന് അവൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ ആ ബാഗിനകത്ത് അണ്ടർഗാർമെന്റ്സ് ഇരിക്കുന്നത് കാണുന്നേ നമ്മുടെ ഡുവാൻ അങ്ങ് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. വേഗം തന്നെ അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി കാണാതെ അതിനെ അങ്ങ് ഒളിപ്പിച്ചു വയ്ക്കും. എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവ ശ്രദ്ധിക്കും, അവൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ അടിയിലായിട്ട് ഇവള് ലാപ്ടോപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ ഡുവാന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, ഒരുപാട് താങ്ക്സ് ഉണ്ട്, നീ എന്തായിരുന്നാലും ഇതെടുത്തിട്ട് വന്നല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, നിനക്ക് ഒരുപാട് നേരം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമാണെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ട് വന്നത് എന്ന്. അപ്പോൾ നമ്മളുടെ ഡുവാൻ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ 10 മണിക്ക് ശേഷം ഒരിക്കലും ലാപ്ടോപ്പ് യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പ്രോമിസൊക്കെ ചെയ്യും. അതേ സമയത്ത് തന്നെ അവിടേക്ക് ഇവരുടെ റൂം ഷെയർ ചെയ്യുന്ന ആൾ വരും. അയാളാണെങ്കിൽ ഒരു ഓൾഡ് മാൻ ആയിരുന്നു. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവൻ്റെ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് പോകുന്നതും പെട്ടെന്ന് തന്നെ ഡുവാൻ അവളുടെ അടുത്ത് പറയും, നീ എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി ഇവൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് ചോദിക്കും, നീ എൻ്റെ അടുത്ത് എന്തിനാ എപ്പോഴും ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കഴിക്കാൻ അറിയാം, എന്നെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നതും അവിടെ ഇരിക്കുന്ന ആ വയസ്സായ അപ്പൂപ്പനില്ലേ, അയാളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, ഇത് നിൻ്റെ വൈഫാണോ, നല്ല രസമുണ്ട്, നല്ല കുട്ടിയാ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ ആ അപ്പൂപ്പനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കും, അയ്യോ ഇതെൻ്റെ വൈഫൊന്നും അല്ല, ഇതെൻ്റെ അനിയത്തിയാണ്, എനിക്ക് അനിയത്തീനെ പോലെയാണ് എന്നൊക്കെ പറയും. എന്നാ ഈ
അപ്പൂപ്പനാണെങ്കിൽ കേൾക്കുന്നതിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾക്കാണെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അയാൾ വിചാരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാൻ പോവുക എന്ന്. അപ്പോൾ ഈ അപ്പൂപ്പൻ പറയും, അയ്യോ ഇത്രയും തങ്കം പോലത്തെ കൊച്ചിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ, വേഗം തന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവുക എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ ഇവർക്ക് രണ്ടും ഇത് കേൾക്കുന്ന ഒരുമാതിരിയാവും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ തിരിഞ്ഞിട്ട് ഈ അപ്പൂപ്പൻ്റെ അടുത്ത് പറയാം, അപ്പൂപ്പ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നതാ, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ട്. ഇയാളാണെങ്കിൽ എന്നെക്കാട്ടി ഒരുപാട് വയസ്സിന് മൂത്തതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മളുടെ സാക്ഷി പറയും. എന്നാൽ ഈ അപ്പൂപ്പനാണെങ്കിൽ അതും മനസ്സിലാവത്തില്ല. അയാൾ പറയും, നിങ്ങൾ വേഗം തന്നെ കല്യാണം കഴിച്ചു ഒരു കുഞ്ഞിനും ജന്മം കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ. ഇത് കേൾക്കുന്നേ നമ്മളുടെ സാക്ഷി വിചാരിക്കും, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്ന്. ഇനിയിപ്പോൾ ഇയാൾ വിചാരിക്കുന്ന പോലെ തന്നെ വിചാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് തിരിയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അപ്പൂപ്പൻ പറയുന്ന എല്ലാം സമ്മതിച്ചു കൊടുക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സാക്ഷി ഇവനെ നോക്കിയിട്ട് ചോദിക്കും, നീ ഇതെന്തോ ഈ പറയുന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ ഡുവാൻ പറയും, ഇതിനെ നീ ഒരു ജോക്കായിട്ട് എടുത്താൽ മതി, അല്ലാണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷി അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ്. അങ്ങനെ അവൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണും നമ്മുടെ ഡുവാനാണെങ്കിൽ രാത്രി മൊത്തവും ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ സാക്ഷി എഴുന്നേറ്റിട്ട് ചോദിക്കും, അപ്പോൾ നീ രാത്രി മൊത്തം ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നല്ലേ, നിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യരുത് എന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് അപ്പൂപ്പനാണെങ്കിൽ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് അയാൾ ചോദിക്കും, നിങ്ങൾ രാവിലെ തന്നെ അടി കൂടാൻ തുടങ്ങിയോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിച്ച എന്തുമായിരിക്കും, ഇതിൻ്റെ അപ്പുറമായിരിക്കുമല്ലോ എന്നും പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്ക് ആളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അവളാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡുവാനും അതേപോലെ തന്നെ സാക്ഷിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാൻ ഇപ്പോൾ ഡിസ്ചാർജ് ആയായിരുന്നു. ഡുവാനാണെങ്കിൽ നമ്മളുടെ ഈ അപ്പൂപ്പൻ്റെ അടുത്ത് പറയും, നല്ലതുപോലെ സൂക്ഷിച്ചോണം, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ സാക്ഷി ആ അപ്പൂപ്പൻ്റെ അടുത്ത് പറയും, ഞങ്ങൾ രണ്ടുപേരും എന്തായിരുന്നാലും പോവുകയാണ്, ഞങ്ങൾ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കായി പോകും. അവനാണെങ്കിൽ ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങും. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് വന്നിട്ട് ചോദിക്കും, നീ നേരത്തെ എന്തിനാ അങ്ങനെ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാന്ന്? എന്താ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണോ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അതിന് ആദ്യമേ ഈ ജോക്ക് നീ തന്നെ അല്ലേ പറഞ്ഞത്, അത് നീ തന്നെ അല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഞാനൊരു ജോക്ക് പറഞ്ഞതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മൾ ഡുവാൻ പറയും, ഇനി മേല ഇങ്ങനത്തെ ഒരു ജോക്ക് പറയരുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരും നമ്മുടെ ഡുവാന്റെ വീട്ടിലോട്ട് വരുന്നേ. അവിടെ ഡുവാനാണെങ്കിൽ നമ്മുടെ സാക്ഷി എടുത്ത് പറയും, ഡിന്നർ കഴിച്ചിട്ട് പോകാ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്നൊന്ന് മാറുന്നതും പെട്ടെന്ന് നമ്മളെ സാക്ഷി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡുവാന്റെ മനസ്സിൽ എന്തായിരുന്നാലും എന്നെ പറ്റി വേറൊരു ചിന്തയും കാണത്തില്ല. അവൻ ഞങ്ങളെ രണ്ടുപേരെയും സിസ്റ്ററിനെയും ബ്രദറിനെയും പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മോശമല്ലേ എന്നൊക്കെ വെച്ചിട്ട് അവളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ അവളാണെങ്കിൽ അവിടെ എല്ലാം ഓരോരോ നോട്ട്സ് എഴുതി ഇട്ടിക്കാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ഓരോരോ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്, അതായത് അവൻ ഒരുപാട് വർക്ക് ചെയ്യാൻ പാടില്ല, ഇന്ന സാധനം കുടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ ഇവള് ഓരോന്നൊക്കെ എഴുതി വെക്കുന്നത് നമ്മളുടെ ഡുവാന് ശ്രദ്ധിക്കും. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് കണ്ടിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇതൊക്കെ എന്തുവാ എന്ന്. അപ്പൊ സാക്ഷി ഇതെല്ലാം അവന് ബ്രീഫ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അതേപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, എന്നാൽ മാത്രമേ നിനക്ക് വേഗം റിക്കവറി ആവാൻ പറ്റത്തുള്ളൂ എന്ന്. എന്നിട്ട് അവൾ പറയും, എനിക്ക് ഒരുപാട് അസൈൻമെന്റ്സ് ഒക്കെ എഴുതാനുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ, നീ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷി അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് പറയും, അടുത്ത തവണ കാണുമ്പോൾ ഞാൻ നിനക്ക് ട്രീറ്റ് തരാ എന്ന്. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, അതിന് ഞാനല്ലേ നിനക്ക് ട്രീറ്റ് തരേണ്ടേ, നീയല്ലേ എന്നെ ഇത്ര നല്ലതുപോലെ നോക്കിയത്, നമുക്ക് എന്തായിരുന്നാലും പുറത്തു പോകണം എന്നൊക്കെ നമ്മളുടെ ഡുവാൻ പറഞ്ഞിട്ട് സാക്ഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. സാക്ഷിയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ്റെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതും അവൾ വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും അവനെ ബ്രദറായിട്ട് കാണുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ട് അവൾ മൊബൈലിനകത്ത് ഇവൻ്റെ പേര് ബ്രദർ ഡുവാൻ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡുവാനെയാണ്. അവനാണെങ്കിൽ രാത്രി ആവുന്നത് നമ്മുടെ സാക്ഷി അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചാൽ ആ നോട്ട്സ് ഇല്ലേ, അതെല്ലാം ഇളക്കിയിട്ട് അവൻ്റെ ടേബിളിലായിട്ട് കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവൻ അതിനകത്ത് ഓരോ ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കും. അവളാണെങ്കിൽ അതിനകത്ത് എഴുതും, അതായത് കറക്റ്റ് സമയത്ത് ഉറങ്ങണം എന്ന്. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ അതിൽ ആൻസർ ആയിട്ട് എഴുതും, അത് കുറച്ച് പാടാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. നമ്മൾ ഡുവാനാണെങ്കിൽ അവൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ സാക്ഷിനെ പറ്റി പറയും. എന്നിട്ട് അവൻ സംസാരിക്കും, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവൾ ഭയങ്കര ഡെസ്പായിട്ടായിരുന്നത്, എന്തായിരിക്കും അതിൻ്റെ കാരണം? അപ്പോൾ അവൻ്റെ ബോസ് അവിടെ നിന്നിട്ട് പറയും, ഉറപ്പായിട്ടും നീ എന്തെങ്കിലും പറഞ്ഞാണ്, പെൺപിള്ളേരുടെ സൈക്കോളജി എനിക്ക് നല്ലതുപോലെ അറിയാം, നീ എന്തെങ്കിലും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തെങ്കിലും ജോക്സ് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ ഡുവാന് മനസ്സിലാവും. അവൻ പറയും, അത് ഞാനല്ല പറഞ്ഞത്, ആ അപ്പൂപ്പനാണ് ഇതിന് തുടക്കം ഇട്ടത്, ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാ, പിന്നെ അവസാനം ഞാനും അയാളുടെ കൂടെ നിന്നു എന്ന് പറയും. അപ്പോൾ ഈ ബോസ് പറയും,
പറയും എന്തായിരുന്നാലും നീ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞ് ക്ലിയർ ചെയ്തേ പറ്റത്തുള്ളൂ. നീ അവളെയും കൊണ്ടൊരു ഡിന്നർ കഴിക്കാൻ പോ, എന്നിട്ട് അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറ. അങ്ങനെ നമ്മൾ ഡുവാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അവൻ്റെ ക്യാബിനിൽ വന്നിരുന്ന നമ്മുടെ സാക്ഷിക്ക് മെസ്സേജ് അയക്കാനായിട്ട് ഒരുങ്ങും, അതായത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൻ അതിന് മനസ്സ് വരത്തില്ല. അവനാണെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുന്നതെന്നങ്ങ് മടിച്ചങ്ങ് നിൽക്കും. ആ സമയത്ത് തന്നെ ജിയാങ് ആണെങ്കിൽ ഇവനെ കോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡുവാൻ ആണെങ്കിൽ ആ കോൾ എടുക്കും. എന്നിട്ട് ചോദിക്കും, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇനി മേലെ എന്നെ ശല്യം ചെയ്യരുത് എന്ന്. എന്നാൽ നമ്മളുടെ ജിയാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നല്ലതുപോലെ അറിയാം നീ എൻ്റെ അടുത്ത് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന്. എന്നാലും എനിക്ക് നിന്നെപ്പറ്റി നല്ല ചിന്തയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ ഡുവാൻ ആണെങ്കിൽ ഇനി മേലെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കോള് കട്ട് ചെയ്യും. ജിയാങ് അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ കാണണമെന്ന്. എന്നാൽ ഡുവാൻ ആണെങ്കിൽ അത് കാണാനൊന്നും റെഡി ആയിരുന്നില്ല. അവൻ കോള് കട്ട് ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ ജിയാങ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ഡുവാൻ ആണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ ആ കോൾ എടുക്കത്തേ ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയും അതേപോലെ തന്നെ മിങ്ങില്ലേ, ഇവർ രണ്ടുപേരോട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതായത് ഒരു ഹൊറർ സിനിമയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് ഈ സിനിമ കാണുന്നതിന് ചെറുതായിട്ട് പേടിയൊക്കെ വരും. അതേപോലെ തന്നെ അവൾ നല്ലതുപോലെ എൻജോയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ മിങ് ആണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ഒരു കോഴിനെ കാണുന്നേ ഭയങ്കരമായിട്ട് പേടിക്കും. അവനിങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുന്നത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അത് കഴിഞ്ഞിട്ട് ഇവർ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നത് നമ്മളുടെ മിങ് ആണെങ്കിൽ ഇവിടെ അടുത്ത് പറയും, എനിക്കാണെങ്കിൽ ഇങ്ങനെ കൂർത്ത ചുണ്ടുള്ള മൃഗങ്ങളെയൊക്കെ കാണുന്നേ ഭയങ്കര പേടിയാ എന്ന്. എന്നിട്ട് അവൻ പറയും, ഞാൻ വേഗം ഒന്ന് വാഷ്റൂമിൽ പോയിട്ടിരാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ സാക്ഷി ഇപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അവളാണെങ്കിൽ അവിടുത്തെ ഒരു കടയ്ക്കകത്തായിട്ട് ഒരു പാവക്കുട്ടിയുടെ മെഷീൻ കാണും. ഇത് കാണുന്നതും അവൾക്ക് ഓർമ്മ വരുന്നത് നമ്മളുടെ ഡുവാനെയാണ്. അതായത് ആദ്യമായിട്ട് അവൾക്കാണെങ്കിൽ ഈ പാവക്കുട്ടീനെ ജയിച്ചു കൊടുത്തത് നമ്മളുടെ ഡുവാനായിരുന്നില്ലേ. അവൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആ ക്ലൗൺ മെഷീനില്ലേ അതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് അവക്കാണെങ്കിൽ അത് കാണുന്നേ നമ്മളുടെ ഡുവാനെ ഓർമ്മ വരും. അതായത് ഇവനാണെങ്കിൽ മുന്നേ ഒരിക്കൽ നമ്മുടെ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഈ പാവക്കുട്ടീനെ ജയിച്ചു കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ അവൾ അതൊക്കെ ആലോചിച്ചിട്ട് അവളും ആ ഗെയിമൊക്കെ കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ അവൾക്കാണെങ്കിൽ അത് ജയിക്കാനൊന്നും പറ്റത്തില്ല. അവൾ ഒരുപാട് തവണ ട്രൈ ചെയ്യും. അങ്ങനെ അവൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയായിട്ട് മിൻ വരും. എന്നിട്ട് അവൻ പറയും, നീ ഇത്ര കഷ്ടപ്പെടണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവസാനം മിന്നാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഒരു പാവക്കുട്ടീനെ എടുക്കും. അതേസമയം തന്നെ നമ്മുടെ സാക്ഷി അവൾക്ക് വേണ്ടിയിട്ട് ഒരു പാവക്കുട്ടീനെ സ്വന്തമായിട്ട് എടുത്തായിരുന്നു. അങ്ങനെ അവൾ പറയും, ഈ പാവക്കുട്ടീനെ ഞാൻ വെച്ചോളാം എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ മിന്നി ഇവളെടുത്ത് ചോദിക്കും, നമുക്ക് രണ്ടുപേർക്കും ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷി പറയും, എനിക്കിപ്പോൾ ഡിന്നർ കഴിക്കാൻ വരാക്കത്തില്ല, ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ കയറാൻ തന്നെ ഇപ്പോൾ ലേറ്റായി, എന്നെ അമ്മ കോൾ ചെയ്യും, അതുകൊണ്ട് എനിക്ക് നേരത്തെ പോയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ച് ഇവളുടെ ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെയായിട്ട് അവളെ ഫ്രണ്ട്സിനെ എല്ലാവരെയും കാണും. അവർ വന്നിട്ട് നമ്മുടെ സാക്ഷി എടുത്ത് പറയും, ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്ക് സെൻട്രൽ പ്ലാസയിൽ പോയാലോ എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷി പറയും, അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ കാണത്തില്ലേ, ഞാൻ അതുകൊണ്ട് വരുന്നില്ല, നിങ്ങളെല്ലാവരും പൊക്കോ. എന്നാൽ ഇവരാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവിടെ മിന്നും നിൽക്കുമല്ലേ. മിന്നിൻ്റെ അടുത്തും അവളുമാർ പറയും, നീ വരുന്നെങ്കിൽ വാ, നമുക്ക് എല്ലാവർക്കും കൂടി സെൻട്രൽ പ്ലാസയിൽ പോവാ എന്ന്. ഇത് കേൾക്കുന്നേ മിന്നിന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, ഞാൻ വരാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവൻ അവിടെ നിന്ന് പോകുന്നതാ. നമ്മുടെ സാക്ഷിനെ അടുത്താണെങ്കിൽ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ട് ചോദിക്കും, മിന്നെ എങ്ങനെ ആള്, നീയും അവനും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ഇവർ നമ്മുടെ സാക്ഷിനെ കിടന്ന് വിളിക്കുന്ന, അതായത് സെൻട്രൽ പ്ലാസയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവളാണെങ്കിൽ പറയും, ഞാൻ വരുന്നില്ല, നിങ്ങളുടെ പൊക്കോളാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ തനിച്ച് പൊക്കോന്ന് പറഞ്ഞിട്ട് ഇവള് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവളുടെ ഫ്രണ്ട്സ് അവസാനം ഇവക്ക് ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്ന ഇവരാണെങ്കിൽ ആ മിന്നിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവനും നമ്മുടെ സാക്ഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സാക്ഷി ഇവരുടെ കൂട്ടത്തിലില്ല എന്ന് കാണുന്നതും അവൻ ഭയങ്കര ഡെസ്പായി പോവും. അവൻ ചോദിക്കും, സാക്ഷി എവിടെ പോയി എന്ന്. അപ്പോൾ അവളുമാര് പറയും, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു, ആ റൂമിൽ കിടക്കുക എന്ന്. ഇത് കേൾക്കുന്നേ അവന് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി വരുന്നില്ല എന്ന് അറിയുന്നതും പെട്ടെന്ന് തന്നെ അവൻ്റെ പോക്കറ്റിലായിട്ട് എന്തോ ഒരു പാക്കറ്റ് എടുത്ത് വെക്കും. എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് എന്തോ വാങ്ങിയിട്ട് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ അവളുടെ റൂമിൽ വന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് നൂഡിൽസ് ഒക്കെ ആയിട്ട് വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ അവളെ കോൾ ചെയ്യും. എന്നിട്ട് പറയും, നീ ആണെങ്കിൽ എൻ്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ടോ, എനിക്കൊരു കമ്പനി പാർട്ടി നടക്കുന്നുണ്ട്, അവിടെയായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയും കൊണ്ടുവരാം, അതുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി മനസ്സിൽ വിചാരിക്കും, ഞാനാണോ നിൻ്റെ ഫാമിലി മെമ്പർ, ഞാൻ ഏത് വകയിലാണ് നിൻ്റെ ഫാമിലി മെമ്പർ ആയത് എന്നവൾ ചിന്തിച്ചിട്ട് വേഗം തന്നെ അവൻ്റെ അടുത്ത് ഞാൻ വരുന്നില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നതും ഡുവാൻ ചോദിക്കും, ഓ കമ്പനി പാർട്ടി ആയതുകൊണ്ടാണോ നീ വരാതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തനിച്ചൊരു ഡിന്നറിന് പോവാം, നീ ഒരു കാര്യം മറക്കരുത്, നീ എൻ്റെ അടുത്താണെങ്കിൽ ട്രീറ്റ് തരാം എന്ന് പറഞ്ഞു
പറഞ്ഞായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് വേറൊരു വഴിയില്ലാതെ അവള് വേഗം തന്നെ എസ് പറഞ്ഞിട്ട് റെഡി ആവാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡുവാനും സാക്ഷിയും കൂടി ചേർന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലോട്ട് പോകുന്നതാ. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി പറയും, എൻ്റെ ഫ്രണ്ട്സ് എന്നെയാണെങ്കിൽ ന്യൂ ഇയർ പാർട്ടി ആയിട്ട് ഇൻവൈറ്റ് ചെയ്തായിരുന്നു, പിന്നെ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞേന്ന്. ഇത് കേൾക്കുന്ന ഡുവാൻ ചോദിക്കും, എന്നിട്ട് നീ ഞാൻ വിളിച്ചിട്ട് വന്നല്ലോ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് ഞാൻ നിനക്ക് ട്രീറ്റ് തരാനില്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത് എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാൻ അവളുടെ അടുത്ത് പറയും, നിന്റെ അടുത്ത് ഞാൻ മുന്നേ ഒരു മോശമായിട്ട് രീതിയിൽ സംസാരിച്ചില്ലേ, അതിന് ഞാൻ സോറി ചോദിക്കാം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ അപ്പൂപ്പൻ്റെ അടുത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയാം, അതൊക്കെ നടന്നിട്ട് ഇപ്പോൾ എത്ര കാലമായി, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഡുവാന് മാപ്പും കൊടുക്കും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും, ഈ ട്രീറ്റ് എൻ്റെ വകയാണ് കേട്ടോ, എൻ്റെ അപ്പോളജി ആയിട്ട് നീ കരുതിയാൽ മതി, നീ എന്തായിരുന്നാലും നല്ലതുപോലെ എൻജോയ് ചെയ്യും എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ സംസാരിച്ച് ഫുഡൊക്കെ കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് നമ്മുടെ ആ ജിയാങ്ങില്ലേ അവള് വരും. എന്നിട്ട് ഡുവാനെ കാണുന്നേം ചോദിക്കും, നിനക്ക് ഞാൻ എത്ര തവണ മെസ്സേജ് അയച്ചത്, നീ എൻ്റെ കോളൊന്നും എടുക്കാത്ത എന്താ നീ എനിക്ക് റിപ്ലൈ തരാത്തതെന്നും പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചാടിക്കയറും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് റേസ് ആവാൻ തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ ഡുവാൻ പറയും, നീയും ഞാൻ തമ്മിൽ ടച്ചിലിരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തതെന്ന്. ഇത് കേൾക്കുന്നതും ജിയാങ്ങിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ ഇരുന്ന വെള്ളം എടുത്ത് നമ്മുടെ ഡുവാൻ്റെ മുഖത്തായിട്ട് എടുത്തൊഴിക്കും. ഇത് കാണുന്നത് നമ്മുടെ സാക്ഷിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റത്തില്ല. അവളാണെങ്കിൽ അവിടെ ഇരുന്ന വെള്ളം എടുത്തിട്ട് ഇവളുടെ മുഖത്തായിട്ട് എടുത്തങ്ങ് ഒഴിക്കും. അതും പെട്ടെന്നായിരുന്നു കേട്ടോ. എന്നിട്ട് അവള് പറയും, എനിക്കറിയത്തില്ല നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന്, നിന്നെ എനിക്കും അറിയത്തില്ല, എന്നാലും നീ എന്തിനാ ആവശ്യമില്ലാതെ ഡുവാന്റെ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചത്, എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന ആ ജിയാങ് വെറുതെ ഇരിക്കുമെന്നാ അവളാണെങ്കിൽ നമ്മളുടെ സാക്ഷിനെ ഉപദ്രവിക്കാനായിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ എടുക്കും. ഇത് കാണുന്ന നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവളുടെ മുന്നിൽ കയറി എന്നിട്ട് പറയും, നീ ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന്. ഇവളിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്ന കാണുന്നേ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഗാർഡ്സ് വന്നിട്ട് വേഗം തന്നെ അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് ഈ ജിയാങ് പറയും, നീ ഒന്ന് ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ നിനക്ക് നല്ലൊരു കടപ്പാടുണ്ട്, നിനക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൾ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് തൊട്ട് പുറവെ കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നതാ. അവളാണെങ്കിൽ അവനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് കോട്ട് വെച്ച് അവൻ്റെ മുഖത്തുള്ള വെള്ളമെല്ലാം തുടച്ചു മാറ്റും. ഇത് കാണുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളെ ഇങ്ങനെ നോക്കി നിന്നു പോവും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി ചോദിക്കും, ഈ പെണ്ണാരാ, ഞാൻ ഇവളെ മുന്നേ നിന്റെ അടുത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലോ, അവള് നീ തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ നമ്മളുടെ ഡുവാൻ പറയും, അവള് ഞാനും തമ്മിൽ ഭയങ്കര കാര്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. സത്യം പറഞ്ഞാൽ അവളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്, അതിൻ്റെ പേരിലാണ് അവൾ എന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും, നിന്റെ അച്ഛൻ ചെയ്ത കുറ്റത്തിന് അവൾ നിന്നെ ബുള്ളി ചെയ്യാൻ നീ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്, അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്ന് നമ്മുടെ സാക്ഷി പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാൻ്റെ മുഖത്തായിട്ട് നല്ലൊരു മുറിവ് പറ്റിയായിരുന്നു. വേഗം തന്നെ സാക്ഷി അവളുടെ ബാഗിൽ നിന്ന് ഒരു മരുന്നെടുത്തിട്ട് അവൻ്റെ മുഖത്തായിട്ട് ഇട്ട് കൊടുക്കും. ഡുവാനും അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇത്രയും ലൈഫിൽ അവൻ ഇതേപോലെ കെയർ ചെയ്ത വേറൊരാളും ഉണ്ടായിരുന്നില്ല. അവൻ വിചാരിക്കും, എന്നാലും ഇവൾ എന്നെ ഇത്രയും കെയർ ചെയ്യുന്നല്ലോ എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവളെ നോക്കിക്കൊണ്ട് നിൽക്കും. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് സ്നോഫോളും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് ഒരു വിഷ് ചോദിക്കാനായിട്ട് ഒരുങ്ങും. അവൾ മനസ്സിൽ വിചാരിക്കുന്നത് തന്നെ ഡുവാൻ്റെ ലൈഫിൽ നിന്ന് എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും മാറി നിൽക്കണേ, അതേപോലെ തന്നെ അവനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പോലെ അല്ലെങ്കിൽ ഞാൻ തന്നെ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ എന്നാ നമ്മുടെ സാക്ഷി പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ വേഗം തന്നെ ഡുവാൻ്റെ അടുത്ത് പറയും, നീയോ എന്തെങ്കിലും ഒരു വിഷ് ചോദിക്കുക, അപ്പോൾ അത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ നമ്മുടെ ഡുവാനും വിഷ് ചോദിക്കാനായിട്ട് ഒരുങ്ങും. അവൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷി എപ്പോഴും ഹാപ്പി ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കണം എന്നാ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രണ്ടുപേരും എന്താണ് വിഷ് ചോദിച്ചതെന്ന് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ അവർ രണ്ടുപേരും പരസ്പരം പറയത്തില്ല. എന്താന്ന് വെച്ചാൽ ഈ വിഷ് വിചാരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നടക്കത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡുവാൻ്റെ ഫേസ് കണ്ടാലേ മനസ്സിലാവും അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാക്ഷിയെടുത്ത് എന്തോ ഒരു ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയെന്ന്. അവനാണെങ്കിൽ ഈ മഞ്ഞ് വീഴുന്നത് ആസ്വദിച്ചിരിക്കുന്ന നമ്മുടെ സാക്ഷിനെ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ട് നീക്കും. അതായത് അവനാണെങ്കിൽ അവളുടെ അടുത്ത് എന്തോ വലിയൊരു ക്രഷ് ഉള്ളതുപോലെ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവളുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവരും അവിടെ നിന്നിട്ട് ഈ സ്നോഫോളൊക്കെ ആസ്വദിക്കുന്നതാണ്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെയായിട്ട് ജിയാങ് നിൽക്കുമായിരുന്നു. അവളാണെങ്കിൽ ഇവനെ കാണുന്ന ഭയങ്കരമായിട്ട് കരഞ്ഞൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൾ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാനാണെങ്കിൽ വേണോന്ന് വെച്ചിട്ട് ചെയ്തതല്ല, ആ ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചതിന് ഞാൻ നിൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സീനാക്കി കരഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ വെക്കാനായിട്ട് തുടങ്ങും.
എന്നിട്ട് അവള് പറയും ഇന്ന് സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല, ഞാൻ ഒരിക്കലും നിന്റെ പുറവെ ഇങ്ങനെ ശല്യം ചെയ്യത്തില്ല എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് കയറി പോകാനായിട്ട് ഒരുങ്ങും. അപ്പോൾ ഈ ജിയാങ് പറയും നീ എന്താ എന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ, നീ ഒന്ന് ആലോചിക്കണം, നിന്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നത്, അന്ന് തൊട്ടേ നിന്റെ അമ്മ എനിക്ക് വാക്ക് തന്നതാ, നീ എന്നെ ജീവിതകാലം മൊത്തം നോക്കിക്കോളൂ എന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഡുവാൻ പറയും അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടൊരു കാര്യമില്ല, സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്ത് തെറ്റാണോ ചെയ്തത് അതിനുള്ള വില അച്ഛൻ ഓൾറെഡി നിനക്ക് തന്നതാ, ഇനിയും നീ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ അവളെ പിടിച്ച് മാറ്റിയിട്ട് അവൻ്റെ വീട്ടിലായിട്ട് കയറി പോകും. അവിടെയാണെങ്കിൽ ആ ജിയാൻ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കും, നിന്റെ അമ്മ പറഞ്ഞ പ്രോമിസ് നീ ഒരിക്കലും മറക്കണ്ട എന്ന്. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അതിന് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ കയറി അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പാസിലെ സീനാണ് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡുവാനും അവൻ്റെ അമ്മയും കൂടി ചേർന്നിട്ട് ഈ ജിയാങ്ങിനെയും ജിയാങ്ങിൻ്റെ അമ്മേനെയും കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ട് നമ്മളുടെ ഡുവാൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരുപാട് സോറി പറയും. ഇത് കേൾക്കുന്ന ജിയാങ്ങിൻ്റെ അമ്മ പറയും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല, നിങ്ങൾക്ക് എൻ്റെ ജിയാങ്ങിൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷിക്കാൻ തുടങ്ങും. അവിടെ വേഗം തന്നെ ആ ജിയാങ് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും എനിക്ക് എൻ്റെ അച്ഛനെ തിരിച്ചു വേണോ എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഡുവാനും ഡുവാൻ്റെ അമ്മയ്ക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ഡുവാനും ഡുവാൻ്റെ അമ്മയും അവരെ തന്നെയാണ് ഇതിൻ്റെ കുറ്റക്കാരായിട്ട് കണ്ടുവച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ്റെ അമ്മ പറയും എന്ത് പരിഹാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, ആ പൈസയെല്ലാം ഞങ്ങൾ പേ ചെയ്യാം, വേണമെങ്കിൽ ജിയാങ്ങിൻ്റെ കാര്യമെല്ലാം ഞാനും എൻ്റെ മോനും കൂടി ചേർന്നിട്ട് ജീവിതകാലം മൊത്തം നോക്കിക്കോളാം എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡുവാനാണെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ നിൽക്കാൻ നേരത്തെ അവിടെയായിട്ട് ജിയാങ് വരുന്നതാ. ഡുവാനാണെങ്കിൽ അവളെ കണ്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ ഈ ജിയാങ് ആണെങ്കിൽ അവന് മൈൻഡ് പോലും കൊടുക്കത്തില്ല, അവനെ ഭയങ്കര വെറുപ്പോടെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവളുടെ മേശപ്പുറത്തായിട്ട് ഒരു സോറി എന്നും പറഞ്ഞൊരു പേപ്പർ എഴുതി അവിടെ എടുത്ത് വെക്കും. എന്നാൽ ഇവളാണെങ്കിൽ അത് കാണുന്നേ മൈൻഡ് ആക്കാതെ അതങ്ങ് തട്ടിക്കളയും. അത് തുറന്നു നോക്കാനുള്ള മനസ്സ് പോലും അവൾ കാണിക്കത്തില്ല. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോവും. അപ്പോൾ നമ്മുടെ ഡുവാനും അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. എന്നാൽ അത് നടക്കത്തില്ല. അതേപോലെ തന്നെ ആ ക്ലാസ്സിലായിട്ട് ഒരു റൂമറും പരക്കും, അതായത് നമ്മളുടെ ജിയാങ്ങിൻ്റെ അച്ഛനെ കൊന്നത് ഡുവാൻ്റെ അച്ഛനാണ്, അതേപോലെ തന്നെ ഡുവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മർഡറിൻ്റെ മോനാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസന്റ് സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ അവൻ്റെ വീട്ടിലായിട്ട് അവൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് അമ്മയടുത്ത് സോറി പറയും, അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന്. അങ്ങനെ അവൻ ഭയങ്കര സാഡായിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് നമ്മളുടെ സാക്ഷി അവന് മെസ്സേജ് അയക്കും. ഇവനാണെങ്കിൽ കേൾക്കും, അതായത് പുറത്തായിട്ട് ഫയർ വർക്ക് നടക്കുന്നത്. വേഗം തന്നെ അവനാണെങ്കിൽ ആ ടെറസിൻ്റെ മുകളിലോട്ട് ഇറങ്ങി ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ സാക്ഷി മെസ്സേജ് അയച്ചിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും നീ ഫയർ വർക്ക് കാണുവാണോ എന്ന് പറഞ്ഞിട്ട് അവൾ അവനടുത്ത് ഹാപ്പി ന്യൂ ഇയർ പറയും. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവൾക്ക് ഫയർ വർക്കിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഒരു സ്മൈലി ഇടും. ഇപ്പം അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മുടെ സാക്ഷി അവന് മെസ്സേജ് അയച്ചാലും അവൾ അവൻ്റെ കൂടെ ഉള്ളേലും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ പേര് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് എടുക്കും. എന്നാൽ അവന് ഓർമ്മ വരും, അതായത് നമ്മളുടെ സാക്ഷിയാണെങ്കിൽ അന്ന് ഹോട്ടലിൽ വെച്ചിട്ട് പറഞ്ഞില്ലായിരുന്നു ഇവൻ എൻ്റെ പാർട്ട്ണർ ആവാനൊന്നും പറ്റത്തില്ല, ഇവൻ എൻ്റെ പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് മൂത്തതാ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവളുടെ പേര് ചേഞ്ച് ആക്കാൻ നിൽക്കത്തില്ല. എന്തൊക്കെയായിരുന്നാലും അവനിപ്പോൾ നമ്മുടെ സാക്ഷി എടുത്ത് എന്തൊക്കെ ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡുവാൻ അത്ര ഷുവർ ഒന്നുമല്ല അവന് നമ്മുടെ സാക്ഷിനെ ഇഷ്ടമാ എന്ന്. അവനങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. റൂമിൽ വന്നിട്ട് നമ്മുടെ സാക്ഷി അവന് വേണ്ടിയിട്ട് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ കോള് വരും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് പറയും ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കായി പോവും. എന്നിട്ട് ഡുവാനാണെങ്കിൽ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കും നീ എങ്ങനെയാ അവളെ പ്രപ്പോസ് ചെയ്തേ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ ആ തടീൻ്റെ അടുത്ത് പറയും നമ്മൾ പണ്ട് എന്തായിരുന്നു പ്രോമിസ് ചെയ്തിരുന്നത്, നമ്മൾ ജീവിതകാലം മൊത്തവും സിംഗിളായിട്ടിരിക്കുമെന്നല്ലേ, എന്നിട്ട് എന്താ നീ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കനത്തവൻ പറയും അത് നമ്മളന്ന് തമാശയ്ക്ക് പറഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ജീവിതകാലം മൊത്തം ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ, അല്ല നിനക്കും ഇപ്പോൾ പ്രേമിക്കാനുള്ള സമയമാണ്, നീ വല്ല ബ്ലൈൻഡ് ഡേറ്റിന് പോവാൻ എന്താ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളെ ഡുവാനാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും. പെട്ടെന്ന് തന്നെ ആ തടിയൻ ചോദിക്കും ഓഹോ നീ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല, അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ സാക്ഷി തന്നെ. എന്നാൽ നമ്മുടെ ഡുവാൻ പറയാം അങ്ങനെയൊന്നും ഇല്ലടാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് അവൻ തന്നെ ഇരുന്ന് ആലോചിക്കും എന്നാലും ഞാനിപ്പോൾ എന്തിനാ സാക്ഷിനെ പറ്റി ആലോചിച്ച്, അങ്ങനെ ആരെങ്കിലും എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ പേരെന്താ എൻ്റെ മൈൻഡിലേക്ക് വന്നത് എന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. അവന് തന്നെ അറിയത്തില്ല ഇവിടെ എന്തുവാ സംഭവിക്കുന്നതെന്ന്.
അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. സത്യം പറഞ്ഞാൽ അവൾ നമ്മുടെ ഡുവാന് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും, നീ എവിടെയാ? ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്, അത് ഞാൻ തരാൻ വേണ്ടി നിന്റെ ഓഫീസിലോട്ട് വരുവാ എന്ന്. അങ്ങനെ അവരിങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്ന് തന്നെ അവിടേക്ക് മിന്നു വരും. എന്നിട്ട് നമ്മുടെ സാക്ഷി എടുത്ത് ചോദിക്കും, നീ അടുത്ത വീക്കെൻഡിൽ ഫ്രീ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഞാൻ ഫ്രീ അല്ല, എനിക്ക് എക്സാംസ് ഉണ്ട്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവളുടെ അടുത്ത് ഇപ്പം എവിടേക്ക് പോകുക എന്ന് ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി പറയും, അത് ഞാൻ എൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ട് ഒരു കീ ഹോൾ ക്യാമറ വാങ്ങിയിട്ടുണ്ട്, അതെനിക്ക് അവന് കൊടുക്കണം, ഞാനത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവൾ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനയാണ്. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ മെസ്സേജ് കാണും. ആ സമയത്ത് തന്നെ അവൻ്റെ മാനേജറില്ലേ അവിടേക്ക് വന്നിട്ട് പറയും, നീ ഒരു കാര്യം പറഞ്ഞോ, ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ജിയാങ് നിന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാൻ ഭയങ്കരമായിട്ട് ഷോക്കാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ നമ്മളുടെ സാക്ഷി അവിടേക്ക് വരത്തില്ലേ, അവൾ വന്നു കഴിഞ്ഞാൽ ഈ ജിയാങ് അവളെ കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചിട്ട് വേഗം തന്നെ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ വിളിച്ചിട്ട് ഇവിടേക്ക് വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നാൽ അവൻ ജനലിൽ കൂടി കാണും നമ്മുടെ സാക്ഷി അതിലെ ഓടി വരുന്നത്. വേഗം തന്നെ അവനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഒന്ന് നോക്കും. അവിടെയായിട്ട് ജിയാങ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ ബാക്ക് ഡോർ വഴി ഇറങ്ങി വന്നിട്ട് വേഗം തന്നെ നമ്മുടെ സാക്ഷിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് മാറി നിൽക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് ഇറങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളാണെങ്കിൽ അവനെ കണ്ടിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. വേഗം തന്നെ നമ്മുടെ ഡുവാൻ അവളുടെ അടുത്ത് പറയും, നീ ഇനി മുതൽ എന്നെ വിളിച്ചറിയിക്കാതെ എൻ്റെ ഓഫീസിലോട്ടോ എൻ്റെ വീട്ടിലോട്ടോ വന്നു പോകരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സാക്ഷിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെസ്പാവും. അവളാണെങ്കിൽ അതിനെ വേറൊരു അർത്ഥത്തിലാണ് എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഡുവാൻ ഉദ്ദേശിച്ചെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവൻ്റെ ഓഫീസിലോട്ടോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജിയാങ് അവിടെ ഉണ്ടെങ്കിൽ അവൾ ഭയങ്കര സീനാക്കത്തില്ലേ എന്നാലോചിച്ചിട്ടാ. എന്നാൽ നമ്മളുടെ സാക്ഷിക്ക് ഭയങ്കര സങ്കടമാവും. അവളാണെങ്കിൽ നമ്മളുടെ ഡുവാൻ ആ ക്യാമറ കൊടുത്തിട്ട് പറയും, എനിക്ക് വേറെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ അവിടെ നിന്ന് നടന്നു പോകും. നമ്മുടെ ഡുവാന് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവനവൻ്റെ മാനേജറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അവിടെയാണെങ്കിൽ അവർ പറയും, ഇനി മുതൽ ജിയാങ് ഇങ്ങനെ ആദ്യമേ തന്നെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡ്സ് നിന്നെ എന്തായിരുന്നാലും ഇൻഫോം ചെയ്യിക്കുമെന്ന്. ഇത് കേൾക്കുന്നേയും നമ്മുടെ ഡുവാനാണെങ്കിൽ അവരുടെ അടുത്ത് താങ്ക് യു പറയും. കൂട്ടത്തിൽ തന്നെ ആ മാനേജർ ചോദിക്കും, അവളങ്ങാണ് നിൻ്റെ ആ റിലേറ്റീവ് പെങ്കൊച്ചിനെ കണ്ടിരുന്നെങ്കിൽ തീർന്നാനേ എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാന് നല്ല സങ്കടം ഉണ്ടായിരുന്നു അതൊക്കെ ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെയാണ്. അവളും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അതായത് ഇവനാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ പോലും നമ്മുടെ സാക്ഷി എടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. അവൾ വിചാരിക്കും അവൻ എന്നാൽ ഇത്രയും നേരമായിട്ട് എന്നെ ഒന്ന് കോള് പോലും ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മൾ ഡുവാൻ അവൾക്ക് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും, നീ ആണെങ്കിൽ വെക്കേഷന് വീട്ടിൽ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ പറയും, ഞാൻ ടിക്കറ്റ് എടുത്തു, 19-ാം തീയതിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്ന്. എന്നിട്ട് അവളാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നിന്റെ എക്സാംസ് ഒക്കെ കഴിയുന്നേ നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനോടടുത്ത് പറയും, അതിന് എൻ്റെ കയ്യിൽ സമയം ഉണ്ടാവോ എന്ന് എനിക്കറിയത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സങ്കടമാവും. അവൾ അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ ഭയങ്കര സങ്കടപ്പെട്ട് അവിടെ ഇരിക്കും. അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നിന്ന് പഠിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ മിന്നിൻ്റെയൊക്കെ കൂടെ ചേർന്ന് ഒരു ബാറിൽ വന്ന് എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നതാ. അവിടെയാണെങ്കിൽ മിന്ന് നമ്മളുടെ സാക്ഷി എടുത്ത് ചോദിക്കും, നീയാണെങ്കിൽ നാളെയല്ലേ നിന്റെ വീട്ടിലോട്ട് പോകുന്നത്, നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, നിന്നെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, ഞാൻ നിന്നെ വന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി പറയും, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നീ നിന്റെ ട്രെയിനിങ്ങിൽ നല്ലതുപോലെ ഫോക്കസ് ചെയ്യും, എനിക്ക് തനിയെ പോകാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് അവൾ അവനെ അങ്ങ് തടയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന തൊട്ടുപുറവിനെ തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് മെസ്സേജ് അയക്കുന്നേ. എന്നിട്ട് അവൻ ചോദിക്കും, നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, നാളെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുവിട്ടോളാം എന്ന് പറയും. ഈ മെസ്സേജ് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സങ്കടമാവും. അവളിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കും. അതേ സമയത്ത് തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ സാക്ഷിക്ക് വേണ്ടിയിട്ട് അവിടെ സ്റ്റേജിലായിട്ടൊരു പാട്ട് പാടാനായിട്ട് തുടങ്ങും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവളുടെ ശ്രദ്ധ മൊത്തം നമ്മുടെ ഡുവാൻ അവൾക്ക് അയച്ച മെസ്സേജില്ലേ അതിൻ്റെ അകത്തായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവൾ നല്ലതുപോലെ കുടിച്ചിട്ട് വാഷ്റൂമിലോട്ട് പോകാനായിട്ട് ഇറങ്ങും. കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡുവാൻ അവളെ വിളിക്കും. അപ്പോൾ അവിടെ പുറകിലായിട്ട് നല്ലപോലെ പാട്ടൊക്കെ കേൾക്കും. അപ്പോൾ അവൻ ചോദിക്കും, നീ ഇപ്പം എവിടെയാ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബാറിലാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ചോദിക്കും, നീ കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട് എന്ന്. വേഗം തന്നെ ഡുവാൻ പറയും, നീ അവിടെ തന്നെ നിന്നാൽ മതി, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദാ വരുന്നു എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങും. വേഗം തന്നെ നമ്മുടെ സാക്ഷി വന്നിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇവിടെ നിന്ന് പോകുകയെന്ന് പറഞ്ഞ് അവൾ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷി നല്ലതുപോലെ കുടിച്ചിട്ട് നിൽക്കുമല്ലായിരുന്നോ. ഇത് കാണുന്നേ മിന്നാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കൂടെ വരും. എന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങും. അവൻ പറയും, നീ ഇപ്പം നല്ലതുപോലെ കുടിച്ചിട്ട് നിൽക്കുക, നിന്നെ ഞാൻ കൊണ്ടാക്കാം എന്ന്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ അവളെടുത്ത് ചോദിക്കും, എൻ്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ആ പാട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പാടിയതാ എന്ന്. എന്നാൽ ഇതൊന്നും നമ്മുടെ സാക്ഷി വലിയതായിട്ട് മൈൻഡ്
മൈൻഡ് ചെയ്യത്തില്ല. അവളാണെങ്കിൽ വേഗം തന്നെ അവിടെ തറയിലായിട്ടങ്ങ് ഇരിക്കും. അപ്പൊ നമ്മളുടെ മിന്നാണെങ്കിൽ ഇവളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരുന്നിട്ട് അവൾക്ക് അവന്റെ കോട്ടൊക്കെ ഊരി കൊടുക്കും. എന്നിട്ട് അവൻ അവളെ എഴുന്നേപ്പിക്കാൻ വേണ്ടി നോക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ഡുവാൻ എവിടേക്ക് വരും. അവനാണെങ്കിൽ ഈ മിന്ന് നമ്മുടെ സാക്ഷിയുടെ അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കാണുന്നേ അങ്ങ് ഒരുമാതിരി ജലസ് അടിക്കും. അവനാണെങ്കിൽ അവനെ നോക്കിക്കൊണ്ടിരുന്ന് വേഗം തന്നെ നമ്മുടെ സാക്ഷിയുടെ അടുത്ത് വന്ന് ഇവനെ പിടിച്ച് മാറ്റും. എന്നിട്ട് ചോദിക്കും, നീ ഇവിടെ എന്തോ ചെയ്യുവാ എന്ന്. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ സാക്ഷിയുടെ അടുത്തോട്ട് പിടിച്ചെടുത്തിട്ട് പറയും, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ അകത്തേക്ക് കയറി പൊക്കോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എൻ്റെ ചേട്ടൻ വന്നു, ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങും. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെയും പിടിച്ചുകൊണ്ട് പോകും. അവൻ അവളുടെ അടുത്ത് പറയും, ഇനി മേലാ നീ ഇത്രയും കുടിക്കരുത്, ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പം നമ്മുടെ സാക്ഷി പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാനിപ്പോൾ വലിയ കൊച്ചായാലേ, എനിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ അറിയാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ചോദിക്കും, അങ്ങനെയാണോ? അപ്പോൾ അവൾ പറയും, നീയല്ലേ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇത്തിരി വലുതായി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ചെയ്യാമെന്ന് എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ വേഗം തന്നെ മുമ്പിലോട്ട് വന്നിട്ട് അവിടെ അങ്ങ് തറയിലിരിക്കും. എന്നിട്ട് പറയും, എനിക്കെന്തോ നല്ലതുപോലെ തോന്നുന്നില്ല, എനിക്ക് വോമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്, എന്നെ കൊണ്ട് ഇനി ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ അങ്ങിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ വന്നിട്ട് അവളെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് പറയും, വേണ്ട സാരമില്ല, ഞാൻ നിന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളെ എഴുന്നേപ്പിച്ച് നിർത്തും. കറക്റ്റായിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ ദേഹത്തായിട്ട് അങ്ങ് വൊമിറ്റ് ചെയ്ത് കൊടുക്കും. എന്നാലും നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് ഒന്നും പറയാൻ നിൽക്കത്തില്ല. അതെല്ലാം സഹിച്ചിട്ട് അവനാണെങ്കിൽ അവളെ നല്ലതുപോലെ കെട്ടിപ്പിടിച്ച് നിൽക്കും. എന്നിട്ട് അവൻ പറയും, വാ നമുക്ക് അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞ് ഇവളെയും കൊണ്ട് നടക്കാനായിട്ട് ഒരുങ്ങും. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷി വീണ്ടും തറയിലായിട്ടങ്ങ് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, വാ ഞാൻ നിന്നെ എടുക്കാം എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷി പറയും, വേണ്ട, നിനക്ക് സർജറി കഴിഞ്ഞല്ലേ, നിനക്ക് എന്നെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് കരയും. ഇത് കേൾക്കുന്നേ ഡുവാൻ ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഇപ്പം 3 മാസമായില്ലേ, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് പറയും, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, നിനക്ക് എന്നെ എടുക്കാൻ പറ്റത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ അങ്ങ് ഭയങ്കര ചിരി വരും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷി കൊണ്ട് പറയും, നിനക്കറിയാവോ എനിക്ക് എല്ലാം ഫ്ലാറ്റാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ ചിരി സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ പറയും, അതൊന്നും സാരമില്ല എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ വേഗം തന്നെ അവളെ അവൻ്റെ തോളിലായിട്ട് എടുത്തിരുത്തിക്കൊണ്ട് നടക്കാനായിട്ട് ഒരുങ്ങും. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, എൻ്റെ ഹൃദയത്തിലായിട്ടൊരു സീക്രട്ട് ഉണ്ട്, എനിക്കാണെങ്കിൽ ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവൻ എന്നെ ഒട്ടും ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കാവും. അവനാണെങ്കിൽ അവൻ്റെ പേര് ചോദിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി പറയും, ഞാൻ ആ പേര് പറയത്തില്ല എന്ന്. അപ്പോൾ ഡുവാൻ ചോദിക്കും, അവൻ നിന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ സാക്ഷി പറയും, അവൻ എന്നെ നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട്, എന്നാൽ എന്നെ കെയർ ചെയ്യുന്നത് പോലെ തന്നെ അവൻ ബാക്കിയുള്ളവരെ എല്ലാം നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളെ ഡുവാൻ പറയും, അങ്ങനെയാണെങ്കിൽ നീ അവനെ ഇഷ്ടപ്പെടുന്ന അങ്ങ് നിർത്തി വെച്ചാരെ, അവൻ നിന്റെ ഇഷ്ടത്തിന് അർഹനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മളുടെ സാക്ഷിനെയും കൊണ്ട് കാറിൽ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അവളെ അവളുടെ ഹോസ്റ്റലിൻ്റെ മുന്നിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ സാക്ഷി ഉറങ്ങുന്ന കണ്ടിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, നീ ആണെങ്കിൽ അവനെ പറ്റി അങ്ങ് മറന്നാരെ, ഇനി മുതൽ നീ എങ്ങനെ ആഗ്രഹിച്ച ആളാണോ അതേപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തോളാം, ഞാൻ നിന്നെ മാത്രമേ കെയർ ചെയ്യത്തുള്ളൂ എന്ന് നമ്മൾ ഡുവാൻ പറയും. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കവിളിലായിട്ട് ടച്ച് ചെയ്യും. എന്നിട്ട് അവൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെയാണ്. നമ്മുടെ സാക്ഷി എഴുന്നേക്കുമെന്തോ അവൾ അവളുടെ ബെഡിൽ കിടക്കുക. അവൾക്കാണെങ്കിൽ ഇന്നലെ രാത്രി നടന്ന എല്ലാ ഓർമ്മ വരും. അവൾ ഭയങ്കര നാണം കേട്ടിട്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ടുവാൻ്റെ മെസ്സേജ് വരും. എന്നിട്ട് ചോദിക്കും, നീ എഴുന്നേറ്റോ, നിനക്ക് 11 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി വേഗം തന്നെ ചാടി എഴുന്നേക്കും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചുറ്റിനും വന്നിരുന്നിട്ട് ചോദിക്കും, എടി കള്ളി, ഇന്നലെ നിന്നെ കൊണ്ടാക്കാൻ വന്ന ആ ചെറുക്കൻ ആരാ, അവൻ എന്ത് ഹാൻസം ആയിരുന്നു, നിന്റെ ക്രഷ് അവൻ തന്നെയല്ലേ എന്ന് ചോദിക്കും. അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ അവർ പറയും, ഷു എന്നാലും അവൻ എന്ത് സുന്ദരനാ, അവൻ എന്ത് രസമാ കാണാൻ എന്നൊക്കെ പറയും. എന്നിട്ട് അവർ ചോദിക്കും, നീയാണെങ്കിൽ ഇന്നലെ ഭയങ്കരമായിട്ട് കുടിച്ചല്ലേ? അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കും, നിങ്ങൾ അവനെ കണ്ടപ്പോൾ എന്തുവാ തോന്നിയത്, അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നോ, അവന് നല്ല ദേഷ്യം വന്നോ? അപ്പോൾ അവർ പറയും, അവന് സാധാരണ കണക്കാ നിന്നത്, അവന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, നീ ഇന്നലെ കുടിച്ചിട്ട് അവൻ്റെ അടുത്ത് എന്തുവാ ചെയ്തത്, നീ ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ എന്തോ പണി ഒപ്പിച്ച് എന്നാന്നല്ലോ, നീ എന്താ അവനെ പോയി കിസ് ചെയ്തോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ നമ്മുടെ സാക്ഷി പറയും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ അവളുടെ കൂട്ടുകാരികളിൽ ഒരുത്തി പറയും, എന്തായിരുന്നാലും ഒമിറ്റ് ചെയ്തു എന്ന് മാത്രം നീ പറയരുത്, അങ്ങനൊന്നും ആരും ചെയ്യത്തില്ലല്ലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി മിണ്ടാതിരിക്കും. പെട്ടെന്ന് അവർ പറയും, എൻ്റെ ദൈവമേ, നീ ഒമിറ്റ് ചെയ്തോ, എന്നാലും ആരാടി ഏതെങ്കിലും ഒരു ക്രഷിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ റെഡി ആവും.
ആവാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ അവള് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരും. അവിടെയായിട്ട് നമ്മുടെ ഡുവാൻ നിൽക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ ബാഗും കാര്യങ്ങളൊക്കെ കാറിന്റെ ഡിക്കിയിലായിട്ട് എടുത്തു വെക്കും. ആ സമയത്ത് തന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ട് മിന്ന അവിടേക്ക് വരും. എന്നിട്ട് അവൻ വന്നിട്ട് ചോദിക്കും, നിനക്ക് ഇന്നത്തെ കാര്യം വല്ല ഓർമ്മയുണ്ടോ, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മിങ്ങ് പറയും, അത് ഞാൻ ഇന്നലെ നിനക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയായിരുന്നു, അത് ഞാൻ തന്നെ എഴുതിയതായിരുന്നു, നിനക്ക് അതൊന്നും ഓർമ്മയില്ല എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ മിങ് ആണെങ്കിൽ അവളുടെ അടുത്ത് കൺഫ്യൂസ് ചെയ്യും. എന്നിട്ട് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോകും. അവൾക്കാണെങ്കിൽ ആദ്യമേ തന്നെ ഓർമ്മ വരുന്നത് നമ്മുടെ ഡുവാൻ പണ്ട് അവളെ പറഞ്ഞു പഠിപ്പിച്ചില്ലേ, ആരെങ്കിലും നമ്മുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല പൊളൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യണം, അവർക്ക് താങ്ക് യു ഒക്കെ പറയണം എന്ന്. സത്യം പറഞ്ഞ് ഇതെല്ലാം അവിടെ കാറി ഇരുന്നിട്ട് നമ്മുടെ ഡുവാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവന് നല്ല ജലസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് പറയും, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിന്നിന് ഇത്തിരി സങ്കടമാവും. എന്നാലും അവൻ പറയും, ആ സാരമില്ല, നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടെങ്കിലും ഇരിക്കാമല്ലോ. അപ്പം നമ്മുടെ സാക്ഷിയെ അതിനെ സമ്മതിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവളാണെങ്കിൽ കാറിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മിന്നാണെങ്കിൽ സാക്ഷിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഫുഡ് അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. എന്നിട്ട് പറയും, ഈ ഫുഡിനകത്ത് നിനക്ക് കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട്, അതുകൊണ്ട് നീ ഇത് കഴിക്കണ്ട, നീ ഫ്രൂട്ട്സ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കും. അവളങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലാവും നമ്മളുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് കുറച്ച് ദേഷ്യത്തിലായെന്ന്. വേഗം തന്നെ അവൾ ഇന്നലെ നടന്ന കാര്യത്തിനല്ല അവരുടെ അടുത്ത് സോറി പറയും. എന്നിട്ട് അവൾ പറയും, ഞാൻ എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെ കുറച്ച് ഫൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാ എന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര ജലസായിട്ട് ചോദിക്കും, നേരത്തെ നിന്നെ കാണാൻ വന്ന ആ ചെറുക്കന് നിൻ്റെ റൂംമേറ്റ് ആണോ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് പറയും, അല്ല, അവൻ എൻ്റെ റൂംമേറ്റ് അല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, നിനക്ക് ഈ ചെറുക്കനെ ആണോ ഇഷ്ടമാണെന്ന് നീ ഇന്നലെ പറഞ്ഞത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോവും. അവൾക്ക് തന്നെ അറിയത്തില്ല എന്ത് റിപ്ലൈ കൊടുക്കണമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡുവാനാണെങ്കിൽ ഇവിടെ ഭയങ്കര ജലസായിട്ടാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഡുവാനും അതേപോലെ തന്നെ സാക്ഷിയും കൂടി കാറിനകത്ത് യാത്ര ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ ഡുവാൻ്റെ മൈൻഡിലാണെങ്കിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ സാക്ഷിയെടുത്ത് ചോദിക്കും, അല്ല, നീയാണെങ്കിൽ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്ക് ഏതൊരു ചെറുക്കനെ ഇഷ്ടമായെന്ന്, ആ ചെറുക്കനാണോ ഇപ്പോൾ വന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് അവനല്ല എന്ന്. ഉടനെ നമ്മുടെ ഡുവാൻ ചെയ്യും, അപ്പോൾ പിന്നെ നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ എങ്ങനെയുള്ളവനാ, അവൻ്റെ ലുക്കൊക്കെ ഒന്ന് പറഞ്ഞ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അവൾ ഇഷ്ടപ്പെടുന്ന ചെറുക്കനാണെങ്കിൽ കുറച്ച് മസ്കുലൈൻ ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനങ്ങ് ഒരുമാതിരിയായിപ്പോൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊട്ടും മസ്കുലൈൻ ആയിരുന്നില്ലല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ അവളുടെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് അവൻ്റെ വായങ്ങ് അടപ്പിക്കും. എന്നിട്ട് അവൾ ചരിഞ്ഞിരുന്നിട്ട് സ്വന്തമായിട്ട് വിചാരിക്കും, ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ സ്വന്തമായിട്ട് ആ കണ്ണാടി അങ്ങ് നോക്കിയാൽ പോരെ, അപ്പോൾ പ്രശ്നം തീരത്തില്ലേ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും, എനിക്കൊരു ഗേൾ ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിക്കും, അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചുകൂടെ? ഉടനെ തന്നെ നമ്മുടെ ഡുവാൻ അവിടെ അടുത്ത് പറയും, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് തരുമോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി പറയും, എനിക്കതിന് എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെ മാത്രമേ അറിയത്തുള്ളൂ, നീ എങ്ങനെ അവരെ പ്രേമിക്കുന്നേ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, എനിക്ക് അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല, നിൻ്റെ പ്രായത്തിലായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഒരു ഷോക്കായിപ്പോൾ. അവൾക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവൻ ഇവിടെ എന്തോ പറ്റിയതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സാക്ഷിയാണെങ്കിൽ അവളുടെ പേരൻസിൻ്റെ വീട്ടിലോട്ട് വരുന്നയാ. അവിടെ അവളുടെ പേരൻസിനാണെങ്കിൽ ഇവളെ കാണുന്നതിന് ഭയങ്കര സന്തോഷമാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിന് ശേഷമല്ലേ അവരിപ്പോൾ ഇവളെ ഇങ്ങനെ കാണുന്നേ. അവിടെയാണെങ്കിൽ അവളുടെ അമ്മ ചോദിക്കും, നീ എന്താ ഇത്ര ലേറ്റ് ആയത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി പറയും, അത് ഈ ബ്രദർ ആണെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വന്നില്ല, അവനാ ലേറ്റ് ആക്കിയത് എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാനത് വാങ്ങിക്കാൻ പോയത്, ഇപ്പോൾ കുറ്റം മൊത്തം എൻ്റെ തലയിലായോ എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ അവൻ പറയുന്നത് ആരും മൈൻഡ് ചെയ്യത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി വീടിൻ്റെ അകത്തോട്ട് വരുന്നതാണ്. അവിടെ അവളാണെങ്കിൽ അവളുടെ പേരൻസിന് വേണ്ടിയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും. കൂട്ടത്തിൽ തന്നെ അവളുടെ ബ്രദറായിട്ടുള്ള യാനിനും അവൾ കൊണ്ടുവരും. അതാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു ഗ്ലാസ് ആയിരുന്നു. അവൾ അത് കൊണ്ടുവന്ന് ഇവൻ്റെ കണ്ണിലായിട്ട് വെച്ചു കൊടുക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്ന അവനും വിചാരിക്കും, എന്നാലും ഇവൾ എനിക്ക് ഈ ഗ്ലാസ് ആണോ വാങ്ങിക്കൊണ്ട് വന്നതെന്ന്. എന്നാലും അവൻ്റെ അനിയത്തി വാങ്ങിച്ചേലേ, അവനത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇവരെല്ലാവരോടും ഫുഡ് കഴിക്കാനിരിക്കുന്നതും നമ്മുടെ സാക്ഷിയുടെ പേരൻസ് അവളുടെ അടുത്ത് ഡുവാൻ്റെ അവസ്ഥയെ പറ്റി ചോദിക്കും. അവനിപ്പോൾ ഓക്കെ അല്ലേ, അവൻ്റെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി അവരുടെ അടുത്ത് പറയും, ഇല്ല, അവന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ ഇപ്പോൾ പുതുതായിട്ട് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗെയിമില്ലേ അതിനെ പറ്റിയൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന അവളുടെ പേരൻസിന് ഭയങ്കര സന്തോഷമാവും.
അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയുടെ പേരൻസ് ഇല്ലേ അവിടെ യാനിൻ്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകണം, ഞങ്ങളൊരു പെങ്കൊച്ചിൻ്റെ ആയിട്ട് നിൻ്റെ ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ പറയും, എനിക്ക് ഈ ബ്ലൈൻഡ് ഡേറ്റിൻ്റെയോടൊന്നും വലിയ താല്പര്യമില്ല, എനിക്കങ്ങനെ പോകാനൊന്നും വയ്യ എന്ന്. ഇവൻ്റെ പേരൻസ് അവനെ നല്ലതുപോലെ ഫോഴ്സ് ചെയ്യും, എന്നാലും ഞാൻ അതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ പുറത്ത് ഒരു ബൾബ് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാ. അവിടെ അവളിങ്ങനെ നിൽക്കാൻ നേരത്ത് പുറത്തായിട്ട് നമ്മുടെ യാനും വരും. അപ്പോൾ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് ചോദിക്കും, എന്നാലും നീ എന്താ ബ്ലൈൻഡ് ഡേറ്റിന് പോകാത്തത്, നിനക്ക് ബ്ലൈൻഡ് ഡേറ്റിന് പോക്കൂടെ, വേണമെങ്കിൽ ആ ഡുവാനെ വിളിച്ചുകൊണ്ട് നോക്കുക, അവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഞാൻ പറയും, പിന്നെ ഡുവാനെ വിളിച്ചുകൊണ്ട് പോയാൽ എൻ്റെ തലയ്ക്ക് എന്താ വട്ടാണോ, എനിക്കൊന്നും ബ്ലൈൻഡ് ഡേറ്റിന് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നൊരു പെങ്കൊച്ചുണ്ട്, അങ്ങനെ ഒരു പെങ്കൊച്ചുള്ളപ്പോൾ ഞാൻ വെറുതെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകേണ്ട ആവശ്യം എന്തുവാ എന്നവൻ ഇങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ റൂമിലിരിക്കാൻ നേരത്ത് അമ്മയോടെ വന്നിട്ട് അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ രണ്ടുപേരോട് ചേർന്ന് അവിടുത്തെ ബെഡൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ സാക്ഷിയുടെ ശ്രദ്ധയാണെങ്കിൽ അവിടെ താഴെയിരിക്കുന്ന ബോക്സിൽ വിടും. അതിനകത്തായിരുന്നു നമ്മളുടെ ഡുവാൻ അവൾക്ക് കൊടുത്ത പാവക്കുട്ടിയും കാര്യങ്ങളൊക്കെ അവൾ അടച്ചു വെച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ അമ്മയെ എടുത്ത് പുറത്തു പോകാൻ പറഞ്ഞിട്ട് അവൾ ആ ബോക്സ് എടുത്ത് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷിക്ക് ഒരു കാര്യം ഓർമ്മ വരും. അതായത് ഡുവാൻ അവളുടെ അടുത്ത് പറഞ്ഞില്ലേ, എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം, അവൾ നിന്റെ പ്രായമായിരുന്നാലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ അവൾ വിചാരിക്കും, ഇവനത് സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കുമോ അതോ തമാശയ്ക്ക് പറഞ്ഞതാണോ എന്ന്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നമ്മുടെ ഡുവാന് മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും, നീ ഒരു കാര്യം അറിഞ്ഞോ, ഞാൻ ഇനിയിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളാണെങ്കിൽ നല്ല പ്രായം കുറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, ആ പെങ്കൊച്ചിന് 18 വയസ്സിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവൾ ബുദ്ധിയുള്ള പെങ്കൊച്ചാണ്, അതപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ മെസ്സേജ് അയച്ച് കഴിയുന്നത് നമ്മുടെ ഡുവാൻ ഇരുന്ന് ചിന്തിക്കും, എന്നാലും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ നമ്മളിത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എന്നാൽ ഇവള് അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും, ഇവളെ എന്നെ ഒരു വലിയ ചേട്ടനെ പോലല്ലേ കാണുന്നത്, അവൾ എന്തോ വിചാരിക്കും ഞാൻ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ നമ്മുടെ ഡുവാൻ ഇരുന്ന് ചിന്തിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ സാക്ഷി ഇരുന്ന് വിചാരിക്കുന്നത്. അവള് വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഡുവാൻ എന്നെ ഒരു സ്വന്തം അനിയത്തിനെ പോലെ ആയിരിക്കുമല്ലേ കാണുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാൻ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരിടത്തിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ആ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഈ പൊടനെ തന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിന്റെ ലവ് ലൈഫ് ഇപ്പോൾ എങ്ങനെ പോകുന്നു, നിനക്ക് ഏതൊരു പെങ്കൊച്ചിനെ ഇഷ്ടമല്ലേ. പെട്ടെന്ന് നമ്മുടെ ഡുവാനാണെങ്കിൽ നടന്ന കാര്യമെല്ലാം പറയും, എനിക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടമാണ്, പക്ഷെ അവക്കാണെങ്കിൽ എന്നെക്കാട്ടി നല്ല പ്രായം കുറവാണ്, അവൾക്ക് വേറൊരുത്തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാൻ്റെ ഫ്രണ്ട് എന്തോ പറയുന്നതെന്ന് അറിയാവോ, എനിക്കിതൊക്കെ കേട്ടിട്ട് തോന്നുന്നത് ആ പെണ്ണ് പറയുന്നത് നിന്നെ പറ്റി തന്നെയാണ് എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂട്ടുകാരൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കും, നിനക്കൊരു കാര്യം അറിയോ, പണ്ട് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു, ആ ക്രഷിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ എനിക്ക് വേറൊരു പെങ്കൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തായിരുന്നു, ഞാൻ ഇതേ സെയിം മെത്തേഡാണ് യൂസ് ചെയ്തത്, എനിക്കിത് കേട്ടിട്ട് നിന്നെ പറ്റി തന്നെയാണ് അവൾ പറയുന്നത് എന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനും ചെറിയൊരു ഡൗട്ട് അടിക്കും. അവനും വിചാരിക്കും, ഇനി ഒരു പക്ഷേ സാക്ഷി പറഞ്ഞതെല്ലാം അവനെ പറ്റി തന്നെയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി ഇങ്ങനെ അവളുടെ റൂമിലിരിക്കാൻ നേരത്ത് അവക്കായിട്ട് നമ്മുടെ ഡുവാൻ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ നിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന്. ഇത് വായിക്കുന്നേ നമ്മുടെ സാക്ഷി വിചാരിക്കും, എന്നാൽ ഇവൻ എന്തിനായിരിക്കും എൻ്റെ അടുത്ത് ഇതൊക്കെ പറയുന്നേ എന്ന്. അതായത് നമ്മുടെ ഡുവാൻ ഇപ്പോൾ വന്നിരിക്കുന്ന തന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ അവൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ കല്യാണത്തിൻ്റെ ദിവസമാണ്. അവിടെ നമ്മുടെ സാക്ഷിയും വന്നിട്ടുണ്ട്. അവളാണെങ്കിൽ ഈ നമ്മുടെ യാനിൻ്റെ ഫ്രണ്ടിലെ അവനൊരു റെഡ് എൻവലപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നല്ലതുപോലെ വിഷൊക്കെ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാനിൻ്റെ ഫ്രണ്ട് പറയും, എനിക്കിതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, എനിക്ക് ഉടനെ തന്നെ 2 റെഡ് എൻവലപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന്. അതായത് ഇവളുടെ കല്യാണമാണ് കേട്ടോ ഇവൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം ഡുവാനെ നോക്കിക്കൊണ്ടിരിക്കും. അവൾ വിചാരിക്കും, എന്നാൽ ഇത്രയും നേരമായിട്ട് അവൻ എന്താ വരാതെ, അവനിത് എവിടെ പോയി കിടക്കുക എന്ന്. അങ്ങനെ നോക്കുമ്പോൾ എന്താ നമ്മുടെ ഡുവാനാണെങ്കിൽ നല്ല കിടിലമായിട്ട് ഒരുങ്ങി ടൈയൊക്കെ കെട്ടി വന്നേക്കുക. അവൻ മനഃപൂർവ്വം കുറേ തവണ അവൻ്റെ ടൈയിൽ കയറി പിടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കെട്ടിയിരിക്കുന്ന ടൈ ഏതാണെന്നറിയാവോ, നമ്മുടെ സാക്ഷി ആണെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുത്ത ടൈ ഇല്ലേ അത് തന്നെ. അവളത് ശ്രദ്ധിക്കും, അതായത് ഇവൻ കെട്ടിയിരിക്കുന്നത് അവൾ ഗിഫ്റ്റ് കൊടുത്ത ടൈ ആണ് എന്ന്. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ യാനിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കും. യാനാണെങ്കിൽ ഡുവാനെ കാണുന്നേ ചോദിക്കും, നിനക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും നല്ലത് പറയാൻ തോന്നുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ പറ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവനെ ഡാർലിംഗ് ബ്രദർ എന്നും പറഞ്ഞിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്നേ യാനിന് ഭയങ്കര ദേഷ്യം വരും. അവൻ ചോദിക്കും, നിനക്ക് ഇതെന്തോ പറ്റി, നീ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ എന്ന്. എന്നാലും നമ്മുടെ ഡുവാനാണെങ്കിൽ ആ വിളിക്കുന്നതിന് ഒരു കുറവും വരുത്തുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഡാർലിംഗ് ബ്രദർ എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാനിനെ ഇറിറ്റേറ്റ് ആക്കിയിട്ട് അവനും നമ്മുടെ സാക്ഷിയായിട്ടുള്ള ആ
സീറ്റില്ലേ അത് സ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ടാ. അവൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് കേൾക്കുന്നവരെല്ലാം വിചാരിക്കും എന്നാലും ഡുവാൻ ഇത് എന്തുവാ പറ്റിയത് എന്ന്. നമ്മുടെ സാക്ഷി ഇങ്ങനെ വിചാരിക്കും. സാക്ഷി അങ്ങനെ യാനിനെ വിളിച്ചിട്ട് ചോദിക്കും എന്നാലും ഇവൻ ഇത് എന്തോ പറ്റിയെന്ന്. ഉടനെ തന്നെ നമ്മുടെ യാനാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയും ഇവൻ ഇതിന്റെ കുറവായെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന് ശല്യം സഹിക്കാൻ വയ്യാഞ്ഞ് നമ്മുടെ സാക്ഷിയായിട്ട് ഇവൻ സീറ്റ് അങ്ങ് സ്വിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവരാണെങ്കിൽ അങ്ങനെ ബ്രൈഡുമായിട്ട് നടന്നു വരും. എന്നിട്ട് ഇവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരും പറയും അങ്ങനെ അവസാനം എൻ്റെ ലവും സക്സസ് ആയി. നിങ്ങൾക്കറിയാവോ ലവ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ വെയിറ്റോ ഹൈറ്റോ ഒന്നും ബാധകമല്ല എന്ന്. നിങ്ങളെക്കാട്ടി എല്ലാം മുന്നേ കല്യാണം കഴിച്ചത് ഞാനാണ്. എനിക്കിപ്പോൾ ഒരു വൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഡുവാനും സാക്ഷിയും എല്ലാവരും ഇരിക്കുമല്ലായിരുന്നോ. സാക്ഷിയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഡുവാനെ കണ്ടിട്ട് ഒരു ഹായ് പോലും പറഞ്ഞിട്ടില്ല. അത് കാരണം ഡുവാനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ സാക്ഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും നീ എന്താ എന്നെ ഇത്രയും നേരമായിട്ടും ഒരു ഹായ് പോലും പറഞ്ഞ് വിഷ് ചെയ്യാതെയെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവളുടെ അച്ഛൻ്റെ മെസ്സേജ് എടുത്ത് ഞാനെന്നെ കാണിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കും. അതായത് സാക്ഷിനെ അവളുടെ അച്ഛൻ ഷീ എന്നുള്ള പേരിലാണ് സംബോധന ചെയ്ത് സംസാരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് വയ്ക്കും അല്ല ഈ ഷീ ആരാ. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയാൻ തുടങ്ങും അത് എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഷീ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കും. അതായത് അവൻ്റെ നമ്പറാണെങ്കിൽ നമ്മുടെ സാക്ഷി സേവ് ചെയ്തിട്ടിരിക്കുന്നതിന് ബ്രദർ നമ്പർ 2 എന്ന് വെച്ചിട്ടാ. അപ്പോൾ നമ്മുടെ ഡുവാൻ ചോദിക്കും അല്ല നീ എന്തിനാ എന്നെ ബ്രദർ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷിക്കും അതിനിപ്പോൾ എന്താ കുഴപ്പം. ബ്രദർ നമ്പർ 1 എന്ന് പറയുന്നത് എൻ്റെ ബ്രദറായിട്ടുള്ള ഞാനും 2 എന്ന് പറയുന്ന നീയുമാണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡുവാൻ അങ്ങ് ഒരുമാതിരിയാവും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി എടുത്ത് ചോദിക്കും അല്ല നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ചെറുക്കനെ എത്ര വയസ്സാണ് ഉള്ളത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സാക്ഷി അങ്ങ് ഭയങ്കര ഓക്വേർഡ് ആവും. അവൾ ചോദിക്കും ഓ നീ വീണ്ടും തുടങ്ങിയോ നിനക്കിപ്പോൾ എന്തുവാ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഡുവാൻ ആണെങ്കിൽ അവളുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആൻസർ ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് മടുത്തു പോയായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാന് ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാക്ഷിക്കും ഡുവാനെ തന്നെയാണ് ഇഷ്ടമെന്ന്. അവൾ പറയുന്നയാൾ ഡുവാൻ തന്നെയായെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷി ഇവിടെ ഭയങ്കര നാണം കെട്ടി ചമ്മിയിരിക്കുക. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സീറ്റ് മാറിയാൽ മതി. വേഗം തന്നെ അവളാണെങ്കിൽ അവളുടെ ബ്രദറായിട്ടുള്ള ഞാനെടുത്ത് പറയും എനിക്കിനി ഇവിടെ ഇരിക്കേണ്ട, എനിക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് സീറ്റ് എക്സ്ചേഞ്ച് ആവണമെന്ന്. അങ്ങനെ അവൾ സീറ്റ് മാറാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ നമ്മുടെ ഞാനാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഡുവാൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ പറയും എനിക്ക് സീറ്റൊന്നും മാറണ്ട, നീ അവിടെ തന്നെ ഇരിക്കുക എന്ന്. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഇവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി ഫുഡിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാൻ നേരത്ത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ഉള്ളൊരു ഫുഡ് കാണും. അവൾ സ്ട്രോബെറി എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതും നമ്മുടെ ഞാനെൻ്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അതെടുത്തങ്ങ് കഴിക്കും. എന്നാൽ ഇത് കറക്റ്റായിട്ട് നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനിത് നോട്ട് ചെയ്ത് വെച്ചേക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയും അവളുടെ ബ്രദറിൻ്റെ അടുത്ത് പറയും എനിക്കിനി ഇവിടെ ഇരിക്കേണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നതും പെട്ടെന്ന് തന്നെ പുറകിൽ ഒരാൾ വരും. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനാണ്. ഡുവാൻ വന്നിട്ട് പറയും ഞാൻ നിന്റെ ബ്രദറിൻ്റെ കാറിൻ്റെ കീസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാം ബാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയെ അവൻ്റെ ഫ്രണ്ടിന് അവർ റെഡ് എൻവലപ്പ് കൊടുത്തില്ലായിരുന്നു, അതങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി ചോദിക്കും ഇതെന്തിനാ എനിക്ക് തിരിച്ചു തരുന്നേന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡുവാൻ ചോദിക്കും നീ നാളെ എപ്പോഴാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അത് നാളെ രാവിലെയുള്ള 6 മണിക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ പോകുമെന്ന്. ഉടനെ തന്നെ നമ്മുടെ ഡുവാൻ പറയും ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോളാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നാളെ രാവിലെ 6 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഒന്ന് ഷോക്കാകും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാറിനകത്ത് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ കാർ സ്റ്റോപ്പ് ചെയ്ത് ഇവക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ടുവരും. എന്നിട്ട് ഇവളുടെ കയ്യിലായിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും അതായത് ഇവക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്, നേരത്തെ സ്ട്രോബെറി കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ ഇവ ശ്രദ്ധിച്ചു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി ഡുവാൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് സ്ട്രോബെറി വേണോ. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി ചോദിക്കും അപ്പോൾ നീ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ, ഞാൻ നിനക്ക് വായിൽ വെച്ച് തരണോ എന്നാണോ. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് തന്നെ ആ സ്ട്രോബെറി കഴിക്കാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയും അതേപോലെ തന്നെ ഡുവാനും കൂടി അവളുടെ വീടിൻ്റെ അടുത്തായിട്ട് എത്തുന്നതാണ്. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്കായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കും. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അവൻ പറയും ഇതെൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാണ്, നിനക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ബ്രേസ്ലെറ്റിൻ്റെ അകത്തായിട്ട് നമ്മുടെ സാക്ഷിയുടെ ലെറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്നേ അവൾക്ക് നല്ല സന്തോഷവും. അങ്ങനെ അവൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവും. എന്നിട്ട് അവൾ ആ ബോക്സിനകത്ത് തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് മനസ്സിലാവതില്ല എന്നാലും ഡുവാൻ ഇപ്പോൾ എന്താ ഇത്ര വലിയ ചേഞ്ച് വന്നേ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും എന്തായിരിക്കും ഒരാൾ ബ്രേസ്ലെറ്റ് തന്നതിൻ്റെ മീനിങ് എന്ന്. അങ്ങനെ
അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്തുവാ ലവേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേസ്ലെറ്റ് കൈമാറുന്നതെന്നാ അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് വായിക്കുന്നത് നമ്മുടെ സാക്ഷി അങ്ങ് ഭയങ്കര ഷോക്കായി പോകും. തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട് വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർക്കും ഇതേപോലെ ബ്രേസ്ലെറ്റൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെയറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മുടെ സാക്ഷി വിചാരിക്കും ഉറപ്പായിട്ടും ഇവൻ എനിക്ക് ബ്രേസ്ലെറ്റ് എന്നതിൻ്റെ മീനിങ് ഇത് തന്നെ ആയിരിക്കും എന്ന്. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ സാക്ഷിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡുവാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്തിരുന്നില്ലേ, അത് നോക്കിക്കൊണ്ട് നിൽക്കുക. അവൾ അതിൻ്റെ മീനിങ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേസ്ലെറ്റ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ലവ് തന്നെയാണ് എന്ന. അപ്പോൾ നമ്മുടെ സാക്ഷി വിചാരിക്കും ഇതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കുമോ അവൻ ആ ബ്രേസ്ലെറ്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്ന്. അവൾ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരും. അവർ പറയും മോളെ നിനക്ക് നാളെയല്ലേ ഫ്ലൈറ്റ്, ഞങ്ങൾ നിൻ്റെ കൂടെ വരാം എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അമ്മ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവാനും എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അവനും നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അവൻ എന്നെ നാളെ രാവിലെ ഇവിടെ പിക്ക് ചെയ്യാൻ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ പറയും എന്നാൽ പിന്നെ മോള് പോയി എല്ലാ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ഡുവാനെയാണ്. സത്യം പറഞ്ഞാൽ അവനിപ്പോൾ ഭയങ്കര ട്രാപ്ഡ് ആയിട്ടിരിക്കുക. അവൻ യഥാർത്ഥത്തിൽ നമ്മുടെ സാക്ഷിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവൻ യഥാർത്ഥത്തിൽ അവളുടെ അടുത്ത് കള്ളം പറഞ്ഞതായി ഞാനും ആ ടിക്കറ്റ് തന്നെ എടുത്തേക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ അവനാണെങ്കിൽ രാത്രി മൊത്തം ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ഒറ്റ ടിക്കറ്റും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ വേറെ സ്പാമൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നോക്കി നോക്കി അവസാനം നമ്മുടെ ഡുവാനങ്ങ് ഉറങ്ങിപ്പോവും. എന്നാൽ അവസാനം അവൻ വിചാരിച്ച പോലെ തന്നെ അവന് വേണ്ട ടിക്കറ്റും കിട്ടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡുവാനാണെങ്കിൽ രാവിലെ തന്നെ സാക്ഷിയുടെ വീണ്ടും മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നയാ. അവനാണെങ്കിൽ ഇവളെ വെയിറ്റ് ചെയ്ത് ആ മതിലിൽ ചാരി നിന്ന് തന്നെ ഉറങ്ങിപ്പോവും. ആ സമയത്ത് നമ്മുടെ സാക്ഷി എവിടേക്ക് വരും. അവളുടെ ലഗേജ് ഒക്കെ ആയിട്ട് ഇവള് കാണും നമ്മളുടെ ഡുവാനാണെങ്കിൽ അവിടെ നിന്ന് ചാരി നിന്ന് ഉറങ്ങുന്നത്. അപ്പോൾ അവൾ വന്നിട്ട് ചോദിക്കും നീ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയില്ലേ? അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് കള്ളം പറയും അതെനിക്ക് ഇന്നലെ കുറച്ച് പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് എൻ്റെ ഉറക്കം ശരിയാവാഞ്ഞേന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഒരുങ്ങും. ആ സമയത്ത് നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കും അതായത് അവളുടെ കയ്യിലായിട്ട് ആ ബ്രേസ്ലെറ്റ് ഇല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ ചോദിക്കും ഓ നിനക്കപ്പോൾ ആ ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ട് കാണത്തില്ലല്ലേ, അതുകൊണ്ടായിരിക്കും നീ അത് ഇടാഞ്ഞത് എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അങ്ങ് നടക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി ഓടി വന്നിട്ട് നമ്മുടെ ഡുവാനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ഡ്രിങ്ക്സും എടുത്ത് കുടിച്ചുകൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ പറയും ഇത് നീ കഴിക്കും എന്നും പറഞ്ഞിട്ട് അത് അവൾക്കായിട്ടങ്ങ് കൊടുക്കും. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതിൽ നിന്ന് പകുതി മുറിച്ച് നമ്മുടെ ഡുവാനും ഷെയർ ചെയ്യും. സത്യം പറഞ്ഞ് ഇത് കാണുന്ന ഡുവാനും നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ഡുവാനും സാക്ഷിയും കൂടി എയർപോർട്ടിൽ എത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ അവരുടെ ഫ്ലൈറ്റിന് ഇനിയും ഒരുപാട് ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ഡുവാനാണെങ്കിൽ നമ്മുടെ സാക്ഷി എടുത്ത് പറയും വാ നമുക്ക് ഇവിടെ ആയിട്ട് ഇരിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ അവിടെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളുടെ സ്കേർട്ട് നല്ല ഷോർട്ടായിരുന്നുകൊണ്ട് അവൾ ഭയങ്കര ഓക്വേർഡായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ കോട്ടൂരി ഇവക്കായിട്ട് കൊടുക്കും. എന്നിട്ട് പറയും നീ ഇവിടെ ഇരിക്കുക എന്ന്. അങ്ങനെ ഇവൻ ഭയങ്കര കാര്യമായിട്ടൊക്കെ കെയർ ചെയ്യുന്ന കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ഡുവാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഡുവാൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ചോദിക്കും ഇത് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന്. പെട്ടെന്ന് നമ്മുടെ ഡുവാൻ പറയും അല്ല ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്ന്. അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും സത്യം പറഞ്ഞാൽ ഇത് നിൻ്റെ ഗേൾ ഫ്രണ്ട് ആവാൻ ചാൻസ് ഇല്ലാന്ന് തന്നെ എനിക്കും തോന്നിയത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഗേൾ ഫ്രണ്ട് ആ ജിയാങ് അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഡുവാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കും ജിയാങ്ങോ അവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, നിൻ്റെ അടുത്ത് ഇത് ആരാ പറഞ്ഞത്? അപ്പോൾ ആ ഫ്രണ്ട് പറയും അത് പണ്ട് എല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു നീയും അവളും തമ്മിൽ റിലേഷനിലായെന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന്. പെട്ടെന്ന് ആ ഫ്രണ്ടിനാണെങ്കിൽ ഫ്ലൈറ്റിന് പോകാനുള്ള ടൈം ആവും. അങ്ങനെ അവൻ വേഗം തന്നെ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞിട്ടങ്ങ് പോവും. പെട്ടെന്ന് നമ്മളുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും ഈ ജിയാങ് ആരാ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും അത് അന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഒരു പെണ്ണ് അടി ഉണ്ടാക്കിയില്ലേ അവളുടെ പേരാ ജിയാങ്, ഞാനും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല, അവൾ എൻ്റെ ലവർ ഒന്നും അല്ല എന്ന് നമ്മളുടെ ഡുവാൻ സാക്ഷി എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ഡുവാൻ പറയും നീ എന്താ ഇപ്പം ഇങ്ങനെ ചോദിച്ചത്? ഞാൻ നിനക്ക് അന്നേ പ്രോമിസ് തന്നതല്ലേ ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുവാണ് എനിക്ക് ആരുടെങ്കിലും ഇഷ്ടം തോന്നുവാണെങ്കിലും അക്കാര്യം ആദ്യമേ നിൻ്റെ അടുത്തായിരിക്കും പറയുന്നതെന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് ചോദിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അന്ന് ആ എയർപോർട്ടിൽ വന്ന പെണ്ണ് ആരായിരുന്നു എന്ന്. ഉടനെ നമ്മുടെ ഡുവാൻ ചോദിക്കും നിനക്ക് അവളെ കണ്ടിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടാണോ തോന്നിയത്? എന്നാൽ നമ്മുടെ സാക്ഷിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവളും മുഖം തിരിഞ്ഞെങ്കിരിക്കും. ഇത് കാണുന്നേ നമ്മുടെ ഡുവാന് ഭയങ്കര ചിരി വരും. അവൻ അവളെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മളുടെ സാക്ഷിയും അതേപോലെ തന്നെ ഡുവാനും ഈഹേ സിറ്റി ഇല്ലേ അവിടെയായിട്ട് വരുന്നതാ.
നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ സാധനങ്ങളെല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ട് ബാൽക്കണിയുടെ അടുത്തായിട്ട് വന്ന് നിൽക്കും. അവിടെയായിട്ട് നമ്മളുടെ ഡുവാനും ഉണ്ട്. അവനാണെങ്കിൽ സാക്ഷിക്ക് അവിടെ നിന്നിട്ട് ടാറ്റയൊക്കെ കാണിക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളും ഇവളുടെ പുറകിലായിട്ട് വന്ന് നിന്നിട്ട് ഡുവാന് ടാറ്റ കൊടുക്കും. അങ്ങനെ ഡുവാൻ പോയി കഴിയുന്നേ വേഗം തന്നെ ഈ ഫ്രണ്ട് ഇവളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കും, എന്തുവാ രണ്ടുപേരും തമ്മിൽ, രണ്ടുപേരും ഇപ്പൊ കുറച്ചുകൂടി ക്ലോസ് ആയെന്ന് തോന്നല്ലോ. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ അടുത്ത് എല്ലാ കാര്യവും പറയും. സാക്ഷി പറയും, എന്തോ ഇവന്റെ ബിഹേവിയറിൽ 2-3 ദിവസമായിട്ട് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്, എന്താ കാര്യമൊന്നും അറിയത്തില്ല, എനിക്ക് തോന്നുന്നത് അവനും ഇപ്പൊ എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട് എന്നാ. അപ്പോൾ നമ്മളുടെ ആ കൂട്ടുകാരി പറയും, എങ്കിൽ പിന്നെ നീനെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, നിനക്ക് അവൻ്റെ അടുത്ത് അങ്ങ് നിന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്കങ്ങനെ പറയാനായിട്ടൊരു മടി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവാൻ വളർന്ന് വലുതാവുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കൂടി കണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ ഒരു വല്ലായ്മ അവൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യം തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൂട്ടുകാരി ഇവളെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. എന്നിട്ട് പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഈ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, നീ അതിനെ മൈൻഡ് ആക്കാനേ പോവണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ, എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള ഓരോരോ ഫോർമാലിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവൾ പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡുവാനെയാണ്. അവനും ഇപ്പൊ നമ്മുടെ സാക്ഷിനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാക്ഷി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഇവനിങ്ങനെ റീവൈൻഡ് ചെയ്ത് നോക്കും. അപ്പോൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, അതായത് സാക്ഷിക്ക് ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, ആ ആള് വേറെ ആരുമല്ല അവൻ തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ അവന് അത്ര ഉറപ്പൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നല്ലൊരു ഡൗട്ടുണ്ട്. ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ തടിയനായിട്ടുള്ള ഫ്രണ്ടില്ലേ അവനെ വിളിച്ച് സംസാരിക്കും. എന്നിട്ട് നമ്മളുടെ ഡുവാൻ പറയും, എനിക്ക് തോന്നുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പെണ്ണിന് ഓൾറെഡി എന്നെ ഇഷ്ടമാണ് എന്നാ. ഇത് കേൾക്കുന്നേം ആ തടിയൻ അവൻ്റെ അടുത്ത് ചോദിക്കും, അത് നിനക്ക് ഉറപ്പാണോ, അത് അങ്ങനെ തന്നെയാണെന്ന് നീ എന്തുകൊണ്ടാണ് ഉറപ്പിച്ചത് എന്നൊക്കെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനും ചെറിയൊരു ഡൗട്ട് വരും. പെട്ടെന്ന് തന്നെ ഡുവാൻ ചോദിക്കും, നീ നിന്റെ പെണ്ണിനെ എങ്ങനെയാ വളച്ചെടുത്തേന്ന്. അപ്പോൾ ഈ തടിയൻ പറയാം, ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല, നീ എന്തായിരുന്നാലും കുറച്ച് വെയിറ്റ് ചെയ്യും, ഞാൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിച്ച് സംസാരിക്കുകയെന്ന്. അങ്ങനെ അവനങ്ങ് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ കോൾ ചെയ്യുന്നതാ. അപ്പോൾ നമ്മളുടെ സാക്ഷിയാണെങ്കിൽ ഒരു കഫേയിൽ അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമായിരുന്നു. ഇവളുടെ ഫോണാണെങ്കിൽ ഈ ഡെസ്കിൻ്റെ മണ്ടയിൽ ഇരിക്കുന്നത് അവളുടെ ഒരു ഫ്രണ്ട് കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിനെ വിളിച്ചു പോയിട്ട് പറയും, നോക്ക് ഡുവാനാണ് കോൾ ചെയ്യുന്നത്, നീ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയണം എന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയും, നമുക്ക് രണ്ടുപേർക്കും ഒരു ഡിന്നറിന് പോയാലോ, എന്തായിരുന്നാലും ഞാൻ ഫ്രൈഡേ ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവും, നമുക്ക് രണ്ടുപേർക്കും ഫുഡ് കഴിക്കാൻ പോവാ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും, ഓക്കെ നമുക്ക് പോവാം, എന്തായിരുന്നാലും എൻ്റെ ഒരു ട്രീറ്റും പെൻഡിങ് ഇല്ലേ, അപ്പോൾ പിന്നെ അതും നടക്കും, നമുക്ക് എന്തായിരുന്നാലും അന്ന് തന്നെ പോവാന്നും പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷി അങ്ങ് കോള് കട്ടി. പെട്ടെന്ന് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ പറയും, നോക്ക് അവനിപ്പോൾ നിന്നെ വിളിച്ചിരിക്കുന്നത് മിക്കവാറും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, നീ അതുകൊണ്ട് അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോകണം കേട്ടോ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, അതേപോലെ തന്നെ അവൾ നല്ല ബ്ലഷ് ചെയ്ത് നോക്കിയുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവളുടെ ബാക്കി 2 ഫ്രണ്ട്സില്ലേ, അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അതിനകത്ത് കണ്ണാടി ഇട്ടവർക്കാണെങ്കിൽ ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പെട്ടെന്ന് ഇവർ ചോദിക്കും, ഇവിടെ എന്തുവാ ഈ സംഭവിക്കുന്നേ എന്ന്. പെട്ടെന്ന് നമ്മളുടെ സാക്ഷിയുടെ ആ ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവൾ പറയും, അതായത് ഇവളുടെ ക്രഷ് ആണെങ്കിൽ ഇപ്പോൾ ഇവളെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുക എന്ന്, മിക്കവാറും ഇവളുടെ കാര്യം ഉടനെ തന്നെ സെറ്റ് ആവുമെന്നാ തോന്നേ എന്നൊക്കെ അവൾ പറയും. ഇത് കേൾക്കുന്നേ ബാക്കിയുള്ള 2 കൂട്ടുകാരിമാരും നമ്മളുടെ ആ സ്പോർട്സ് ചെയ്യുന്ന ചെറുക്കനില്ലേ അവനെ പറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി അവളുമാരത്ത് പറയും, ഞാൻ അവൻ്റെ അടുത്ത് അന്നേ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതാ, അതായത് എനിക്ക് അവൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും ഇല്ല എന്ന്, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഫ്രണ്ട്സാ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആ കണ്ണാടി ഇട്ട പെണ്ണിനാണെങ്കിൽ അങ്ങ് ജീവൻ വീഴും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് അവൻ്റെ അടുത്ത് എന്തോ ഒരു ക്രഷ് പോലെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് കാണിക്കുന്നത് ഫ്രൈഡേ ആണ്. അവിടെ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഹോസ്റ്റലിന്റെ മുമ്പിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാക്ഷിനെ അവൻ കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ അവൾ ബാൽക്കണിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങും. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഇപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ നല്ല കിടിലമായിട്ടൊക്കെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അവളുടെ കൂട്ടുകാരിമാർ ചോദിക്കും, നിന്റെ ഫസ്റ്റ് ഡേറ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇതിനെ ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും, ഞാൻ എന്തായിരുന്നാലും പോയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി ഓടാനായിട്ട് ഒരുങ്ങും.